Here we discuss BA Economics 6th semester core paper Development Economics. In this paper we are going to discuss 4 modules. Module 1 deals perspectives on development economics, and module 2 is theories of development, and module 3 discuss economic planning, and module 4 discuss issues in development. First we discuss module 1, that is perspectives on development economics. Economic growth. Economic growth means as an increase in real national income or national output. Then economic growth measure an increase in real GDP or real output. GDP is a measure of national income or national output and national expenditure. It basically measures the total volume of goods and services produced in an economy. Economic growth is an increased economic capacity to produce goods and services compared from one period of time to another, which is conventionally measured by increase in country's GDP or GNP or per capita net domestic product. Per capita net domestic product is the most appropriate measure of economic growth. Then economic growth comes into two forms. An economy can either grow extensively by using more resources, that is physical, human or natural capital, or intensively by using the same amount of resources more efficiently and productively. ഇത് economic growth എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സാമ്പത്തിക വളർച്ച. ഈ സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിയൽ നാഷണൽ ഇൻകോ അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ടോ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇക്കണോമിക് ഗ്രോത്ത് മീൻ ചെയ്യുന്നത്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിയൽ GDP ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിയൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി GDP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. GDP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ആകെ വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു GDPയിൽ എത്രമാത്രം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളർച്ച ഉണ്ടായിട്ടുണ്ട്, അതാണ് എന്ത് പറയുന്നത്? ഇക്കണോമിക് ഗ്രോത്ത് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കൺട്രീസിലെ GDP ആണ്, അല്ലെങ്കിൽ GNP ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പെർ കാപ്പിറ്റ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇതിൽ പെർ കാപ്പിറ്റ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആയിട്ട് അറിയപ്പെടുന്നത്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് നമുക്ക് രണ്ട് തരത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉള്ള ഫിസിക്കൽ, ഹ്യൂമൻ, നാച്ചുറൽ ക്യാപിറ്റലെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്കോണമീനെ വളർച്ചയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ് എല്ലാം മോർ എഫിഷ്യൻ്റ്ലി പ്രൊഡക്റ്റീവ്ലി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. ദെൻ റിയൽ വേഴ്സസ് നോമിനൽ GDP. ഇനി GDP എന്ന് പറയുന്നത് റിയൽ GDP ഉണ്ട്, അതുപോലെ തന്നെ നോമിനൽ GDP ഉണ്ട്. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ ഇയർ, ആൻഡ് നോമിനൽ GDP is calculated at a current market price. It does not truly indicate the real performance of the economy as the price changes over time. So the nominal GDP does not capture the changes in the real economy. അപ്പോൾ നോമിനൽ GDPയുടെ പ്രത്യേകത അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ കറന്റ് മാർക്കറ്റ് പ്രൈസിലാണ്. അങ്ങനെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇക്കോണമിയിൽ ഉണ്ടാകുന്ന റിയൽ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതായത് റിയൽ പെർഫോമൻസ് ഓഫ് ദി ഇക്കോണമി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ ഇൻഫ്ലേഷൻ മൂലം പ്രൈസ് റൈസ് ആണെങ്കിൽ ആ നോമിനൽ GDPയിൽ കാണിക്കുമ്പോൾ അത് ഭയങ്കര ഹൈ ആയിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നോമിനൽ GDP കറന്റ് പ്രൈസിൽ, കറന്റ് മാർക്കറ്റ് പ്രൈസിൽ മെഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്? റിയൽ പെർഫോമൻസ് ഓഫ് ദി ഇക്കോണമി മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. റിയൽ ചേഞ്ച് ഇൻ ദ ഇക്കോണമി നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് റിയൽ GDPയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇയർ യൂസിങ് ദ കോൺസ്റ്റന്റ് സെറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസസ്. ഈ റിയൽ GDPയുടെ പ്രത്യേകത നമ്മൾ ഒരു കോൺസ്റ്റന്റ് മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് അത് മെഷർ ചെയ്യുന്നത്. ദെൻ റിയൽ GDP is calculated at a fixed set of price so that only changes in the real output or the real production of goods and services is captured. നമ്മളൊരു ബേസ് ഇയറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ 2011-12 ബേസ് ഇയർ എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു വർഷത്തെ ഇപ്പോൾ 2020-21 GDP കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താണ്? ഓവർ ടൈമിൽ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന റിയൽ ചേഞ്ച് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് റിയൽ GDP മൂലം സഹായിക്കും.
ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്കണോമിക് ഗ്രോത്ത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. ദ ഫസ്റ്റ് വൺ ആണ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രത്യേകത എന്താ? നല്ലൊരു സ്കിൽഡ് ആൻഡ് കാപ്പബിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയായാലും എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രീനെ ഇൻഫ്ലുവൻസ് ചെയ്യും നല്ല രീതിയിൽ തന്നെ. ദെൻ അടുത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നല്ല റോഡ്, നല്ല മെഷീനറി, ഫാക്ടറീസ്, അതൊക്കെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും കൂടി സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകും. ദെൻ അടുത്തതാണ് പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകും. ദെൻ അടുത്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്ക് വഴി എന്താണ് നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. ഈ ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല സ്കിൽഡ് ആൻഡ് കാപ്പബിൾ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും എന്താണ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ അടുത്താണ് അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. അതായത് പുതിയ ടെക്നോളജിയിലുള്ള ഇംപ്രൂവ്മെൻറ്റ് ഇക്കണോമിക് ഗ്രോത്തിനെ പോസിറ്റീവിൽ എഫക്റ്റ് ചെയ്യും. ദെൻ ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം ഉപയോഗിക്കുന്ന വഴി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുവഴി ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ഡെവലപ്മെൻറ്റ്. ചില സമയത്തൊക്കെ ഇക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും, ബട്ട് അവിടെ എന്തുണ്ടായിരിക്കണമെന്നില്ല, ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് മേ ഓൺലി ബെനിഫിറ്റ് എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ. അതായത് ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓൺ ചെയ്യുന്നത്, അത് ആസ്വദിക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടുന്നത് ഒരു സെർട്ടൻ സെറ്റ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷന് മാത്രമായിരിക്കും. ബാക്കിയുള്ള ഒരു ഹ്യൂജ് പോപ്പുലേഷനും അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും റീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്തുണ്ടാവണമെന്നില്ല, ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല, ഇക്കണോമിക് ഗ്രോത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ കറപ്ഷൻ മൂലം എന്താണ് GDP ഗ്രോത്ത് ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ കറപ്ഷൻ മൂലം അതിന് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ കുറച്ച് പൊളിറ്റീഷ്യൻസിൻ്റെ കയ്യിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട്സിലോട്ട് പോവുകയാണ് ചെയ്യുക. സോ അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ദെൻ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അതായത് GDP ഗ്രോത്ത് ഉണ്ടായി, ബട്ട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് മെനി പീപ്പിളിനെ എഫക്റ്റ് ചെയ്യാം. അങ്ങനെ സംഭവിക്കുമ്പോഴും എന്താണ് അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ അടുത്താണ് കൺജഷൻ. അതായത് ഇക്കണോമിക് ഗ്രോത്ത് ചില സമയങ്ങളിൽ എന്തിന് കാരണമാകും, ഈ കൺജഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. അതായത് എന്താണ് ട്രാഫിക് ജാംസിൽ ഒത്തിരി സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരാം. ഈ ട്രാഫിക് ജാമിലൊക്കെ ചിലവഴിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ അത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനൊക്കെ കാര്യമായിട്ട് ബാധിക്കും. നമുക്ക് കൂടുതൽ സമയം ട്രാഫിക് ജാമിലായിരിക്കും. അപ്പോൾ കൺജഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, ദെൻ അവിടെ എന്തില്ല, ഡെവലപ്മെൻറ്റ് ഇല്ല. ദെൻ അടുത്താണ് പ്രൊഡക്ഷൻ നോട്ട് കൺസ്യൂംഡ്. നമ്മളെല്ലാം പ്രൊഡ്യൂസ് ചെയ്തു, ബട്ട് അതെല്ലാം കൺസ്യൂം ചെയ്യണമെന്നില്ല. അതും അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് ലിവിങ് സ്റ്റാൻഡേർഡ്സിനെ എഫക്റ്റ് ചെയ്യും. അടുത്താണ് മിലിറ്ററി സ്പെൻഡിങ്. അതായത് GDPയിൽ ഉണ്ടായ ഗ്രോത്തിൽ നിന്ന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് മാത്രം നമ്മൾ കൂടുതലായിട്ടും ഹെൽത്ത് കെയറിനും എഡ്യൂക്കേഷനും ഒക്കെ ചെലവഴിക്കാതെ ലിവിങ് സ്റ്റാൻഡേർഡ്സിന് വേണ്ടി നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം മിലിറ്ററി സ്പെൻഡിങ്ങിനാണ് നമ്മൾ, അതായത് ഡിഫൻസ് പർപ്പസിനാണ് കൂടുതൽ ചെലവഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനോ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിനോ കാരണമാവില്ല. സോ ഈ ഒക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാം, ബട്ട് ദർ ഈസ് നോ ഡെവലപ്മെൻറ്റ്. ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് GDP ഓർ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് GDP ഹാസ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിലെന്തായിരിക്കാം, ഡബിൾ കൗണ്ടിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ GDPയിൽ നമ്മൾ ഓവറോൾ വെൽബീയിങ് ഓഫ് ദ സിറ്റിസൺ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ ഹയർ GDP ഡസ് നോട്ട് മീൻസ് ഗുഡ് ലൈഫ്. അതായത് GDP കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണമെന്നില്ല, അതായത് ഡെവലപ്മെൻറ്റ് ആവണമെന്നില്ല. ദെൻ GDP ഡസ് നോട്ട് ക്യാപ്ചർ ദി ഇമ്പാക്ട് ഓഫ് എക്സ്റ്റേണാലിറ്റീസ് ലൈക്ക് പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അതായത് GDP ഇൻക്രീസ് ചെയ്യും, ആ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടാവാം, അതായത് കുറേ എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാവാം, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാവാം, പൊല്യൂഷനും ഹ്യൂമൻ ഹെൽത്തിനൊക്കെ എഫക്റ്റ് ചെയ്യാം. ബട്ട് അത്തരം കാര്യങ്ങളൊന്നും GDPയിൽ ക്യാപ്ചർ ചെയ്യുന്നില്ല. ദെൻ GDP ഈസ് ഓൺലി എ മോണിറ്ററി കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ ഇംപ്രൂവ്മെൻറ്റ് or deteriorations in the standard of living. അതായത് GDP നമ്മൾ ആകെ പറയുന്നത് ഒരു മോണിറ്ററി കൺസെപ്റ്റ് മാത്രമാണ്, മണി വാല്യൂ മാത്രമാണ്, അല്ലാതെ അതിൽ ഇംപ്രൂവ്മെൻറ്റ്സോ അതുപോലെ ഡിറ്റീരിയറേഷനോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ GDP ഫെയിൽസ് ടു ഇൻക്ലൂഡ് ദ സർവീസസ് ഓഫ് ഹൗസ് വൈഫ്സ് ആൻഡ് അതർ ഹിഡൻ എംപ്ലോയീസ്. അതായത്
ജി ഡി പിയിൽ ഒരിക്കലും എന്താണ് ഹൗസ് സർവീസിൻ്റെ സർവീസിനൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ മറ്റു ചില സർവീസസ് ഒന്നും അത് ആഡ് ചെയ്യുന്നില്ല ജി ഡി പിയിൽ. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ജി ഡി പി ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. വൈ ജി ഡി പി ഈസ് നോട്ട് എ പെർഫെക്റ്റ് മെഷർ ഓഫ് വെൽബീയിങ്. എന്തുകൊണ്ടാണ് ജി ഡി പി ഒരു വെൽബീയിങ്ങിൻ്റെ ഒരു പെർഫെക്റ്റ് മെഷർ അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 2 എക്സാമ്പിളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പറയാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇക്കോണമിയിൽ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് കൂടുതൽ ക്രൈം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ക്രൈം ഉള്ളത് കൊണ്ട് ക്രൈം റേറ്റ് കൂടുതലായപ്പോൾ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യാണ് കൂടുതൽ പോലീസ് പേഴ്സൺസിനെ എല്ലാം ഹയർ ചെയ്യണം, കാരണം ഈ ക്രൈം റേറ്റൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചു, കൂടുതൽ പോലീസ് പേഴ്സൺസിനൊക്കെ ഹയർ ചെയ്തു, അവർക്കൊക്കെ ജോലി കൊടുത്തു. അങ്ങനെ അവർക്ക് ജോലി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ പോലീസ് പേഴ്സൺസൊക്കെ അവർ എംപ്ലോയിഡ് ആയി, അവർക്കെല്ലാം സാലറി കിട്ടി. അപ്പോൾ അവിടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടക്കുകയാണ്. കാരണം അവർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർ കൂടുതലായിട്ട് അത് സ്പെൻഡ് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ മേടിക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വലിയ ഇൻക്രീസ് ചെയ്യും. ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, ജി ഡി പി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ജി ഡി പി ഇൻക്രീസ് ചെയ്തത് എന്തുകൊണ്ടാണ്, അവിടെ ഒരു റോങ് റീസൺ ഉള്ളത് കൊണ്ടായിരുന്നു. അവിടെ ക്രൈം ഇൻക്രീസ് ചെയ്തതായിരുന്നു കാരണം, അത് റോങ് റീസൺ ആണ്. ആ ഒരു റീസൺ കൊണ്ടാണ് അവിടെ എന്തുണ്ടായത്, ജി ഡി പി ഇൻക്രീസ് ചെയ്തത്. ബട്ട് ഈ ജി ഡി പിയിൽ പക്ഷെ നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിറ്റീരിയേറ്റിംഗ് സിറ്റുവേഷൻ ഓഫ് ദ സൊസൈറ്റി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് മെഷർ ഓഫ് വെൽബീയിങ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്യാണ് വെസ്റ്റേൺ ഗഡ്സിൽ കുറേ മൈനിങ് റിസോഴ്സസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്കതൊക്കെ മൈൻ ചെയ്തെടുക്കാം, അങ്ങനെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, ഈ ഉള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ മൈനിങ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. അങ്ങനെ മൈനിങ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പോപ്പുലേഷൻ ആ ഒരു ഗഡ്സിൻ്റെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ അടുത്തുള്ള പോപ്പുലേഷനൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കും. കാരണം അവരൊക്കെ ഡിസ്പോസ്ഡ് ആവും അല്ലെങ്കിൽ റിമൂവ്ഡ് ആവും. ഇനി അതേപോലെ തന്നെ ഈ മൈനിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഫ്ലഡിങ് ഉണ്ടാവാം. ഈ ഫ്ലഡിങ് ഉണ്ടാകുമ്പോൾ വാല്യബിൾ ലൈഫും പ്രോപ്പർട്ടിയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടാം. ബട്ട് ഈ ഒരു ഡിസ്പോസേഷനോ അതുപോലെ തന്നെ ഈ ഫ്ലഡിങ്ങോ ഇതൊന്നും ജി ഡി പിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെടില്ല. ബട്ട് ആകെപ്പാടെ എന്ത് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുള്ളൂ, മൈനിങ് ഓഫ് റിസോഴ്സസ് മൂലം നമുക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂസ് മാത്രമേ ജി ഡി പിയിൽ വരുള്ളൂ. ബട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ജി ഡി പിയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണുള്ളത്, അവിടെ ലോസ് ഓഫ് ലിവ്ലിഹുഡും ലിവ്സ് ആണുള്ളത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഡി പി ഈസ് നോട്ട് എ പെർഫെക്റ്റ് മെഷർ ഓഫ് വെൽബീയിങ് ആണെന്ന് പറയാൻ പറ്റും. Then economic development. The development looks at a wider range of statistics than just GDP per capita. The development is concerned with how people are actually affected. It looks at their actual living standards, at the freedom they have to enjoy a good standard of living. ഇപ്പോൾ നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അർത്ഥമാക്കുന്നത് ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ജി ഡി പി പെർ ക്യാപിറ്റ അത്തരം കാര്യങ്ങളല്ല. പകരം നമ്മളോട് നോക്കുന്നത് ജനങ്ങളുടെ ആക്ച്വൽ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണോ അവർ എൻജോയ് ചെയ്യുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് വഴി അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്മെൻറ്റിൽ നോക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഉള്ള അവരുടെ ഒരു വികസനമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മീൻസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് and living standards, that is measures of literacy, life expectancy and health care. നമ്മൾ പറഞ്ഞു ഓവറോൾ ഇംപ്രൂവ്മെൻ്റ് ആണ്, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് അവരുടെ ലിറ്ററസിയിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടോ, ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയിട്ടുണ്ടോ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ നല്ലതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൈക്കൽ ടൊഡാരോ പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സെൽഫ് എസ്റ്റീം നീഡ്സ് ആൻഡ് ഫ്രീഡം ഫ്രം ഒപ്രഷൻ ആസ് വെൽ ആസ് ദ ഗ്രേറ്റർ ചോയ്സ്. അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ട് അവർക്ക് എന്താണ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക, അത് തന്നെ സെൽഫ് എസ്റ്റീം നീഡ്സ് അല്ലാതെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുക. ദെൻ ഫ്രീഡം ഫ്രം ഒപ്രഷൻ ആസ് വെൽ ആസ് ദ ഗ്രേറ്റർ ചോയ്സ്. ഗ്രേറ്റർ ചോയ്സും ഫ്രീഡം ഓഫ് ഒപ്രഷനെതിരെ നമുക്ക് ഒപ്രഷനെതിരെ പ്രതികരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ആണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൾസോ റെഫർ ടു ആസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദി ഇക്കോണമി സച്ച് ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റീജിയണൽ കോമ്പറ്റീറ്റീവ്നെസ്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി,
diversity, social inclusion, and health, safety, literacy, etc. അപ്പോൾ ഇവിടെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമല്ല ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദി ഇക്കോണമിനെ കൂടെ ഈ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഓൾ സൊസൈറ്റീസ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ദ ഫോളോവിങ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വേണ്ടത്? ടു ഇൻക്രീസ് അവൈലബിലിറ്റി ആൻഡ് വൈഡർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബേസിക് ലൈഫ് സസ്റ്റൈനിങ് ഗുഡ്സ്, അതുപോലെ ടു റൈസ് ദ ലെവൽ ഓഫ് ലിവിംഗ് ബൈ എൻഷുറിംഗ് ഹയർ ഇൻകം, മോർ ജോബ്സ് ആൻഡ് ഗ്രേറ്റർ അറ്റൻഷൻസ് ടു കൾച്ചർ, ടു എക്സ്പാൻഡ് ദ റേഞ്ച് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ചോയ്സ് അവൈലബിൾ ടു ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് നേഷൻ. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ആണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിളിനെ ഇൻക്രീസ് ചെയ്യും. അത്തരം അത് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷനെ വഴിവെക്കും. ഇതിനടുത്താണ് എഡ്യൂക്കേഷൻ. അതായത് ലിറ്ററസിയിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ടെക്നിക്കൽ നോളേജൊക്കെ ഇംപ്രൂവ് ചെയ്യുക. അതുവഴി നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂസേജ് ഓഫ് ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. ദെൻ ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകും. ദെൻ അടുത്താണ് ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ ഫോർമേഷൻ വിൽ റിസൾട്ട് ഇൻ മോർ പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് ഇൻ എൻ എക്കോണമി ആൻഡ് ദിസ് വിൽ അഫക്റ്റ് ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പോസിറ്റീവ്ലി. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്ന വഴി കൂടുതൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇക്കോണമിയുടെ വർദ്ധിക്കുകയും അതുവഴി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. Then we are going to discuss the difference between economic growth and development. Economic growth ഉം economic development തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ എക്കണോമിക് ഗ്രോത്തിൽ ഇറ്റ് ഷോസ് ദ ഗ്രോത്ത് ഇൻ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഓവർ ടൈം. അതായത് നാഷണൽ ഇൻകത്തിലും പെർ ക്യാപിറ്റ ഇൻകത്തിലും ഓവർ ടൈമിൽ എത്ര ഗ്രോത്ത് ഉണ്ടായെന്നാണ് എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് സസ്റ്റൈൻഡ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം മാത്രമല്ല, ബട്ട് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആയ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് കൂടി എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നോക്കും. അപ്പോൾ എക്കണോമിക് ഗ്രോത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ക്വാണ്ടിറ്റേറ്റീവ് പ്ലസ് ക്വാളിറ്റേറ്റീവ് ആണ്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എ കൺട്രി മേ ഗ്രോ ബട്ട് ഇറ്റ് മേ നോട്ട് ഡെവലപ്പ്. എ കൺട്രിക്ക് ഗ്രോ ചെയ്യാം ബട്ട് അത് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള നോഷനും കൂടി ഇൻക്ലൂഡഡ് ആണ്. ദെൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഔട്ട്പുട്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് മാത്രമാണ്. ദെൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഔട്ട്പുട്ട് പ്ലസ് വെൽഫെയർ ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റും കൂടി ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് പ്ലസ് ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഗ്രോത്ത് ഈസ് കൺസേൺഡ് വിത്ത് ഇൻക്രീസ് ഇൻ ഇക്കണോമീസ് ഔട്ട്പുട്ട്. അതായത് ഒരു രാജ്യത്തെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇക്കണോമിക് ഗ്രോത്തിൽ വരുന്നതെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ദി ഇക്കണോമിനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് റിലേറ്റ്സ് ദ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ വൺ ഓഫ് ദ കോമ്പോണൻറ്റ്സ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, കൺസംഷൻ, ഗവൺമെൻറ് സ്പെൻഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് എക്സ്പോർട്ട്. ബട്ട് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റ്സ് ടു ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ്, ഡിക്രീസ് ഇൻ ഇൻഇക്വാളിറ്റി ഫിഗേഴ്സ്, സ്ട്രക്ചറൽ changes that improve the general population's quality of life. അതായത് ഇക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു GDPൻ്റെ കോമ്പോണൻറ്റിൽ ഇൻക്രീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കൺസംഷൻ ഇൻക്രീസ് ചെയ്യോ, ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യോ, ഇൻവെസ്റ്റ്മെൻറ്റോ നെറ്റ് എക്സ്പോർട്ടിലോ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവുക. ബട്ട് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നോക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ, ഇനീക്വാളിറ്റി ഫിഗേഴ്സ് കുറഞ്ഞിട്ടുണ്ടോ, സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അതുവഴി ജനറൽ പോപ്പുലേഷൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നോക്കുന്നത്. Then economic growth refers to increase in real output of goods and services in the country, like increase in income, in savings, in investment. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുക. ഇത് റിയൽ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ചേഞ്ചസ് ഇൻ ഇൻകം, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ബട്ട് സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാവണം, അതിലൊരു പ്രോഗ്രസ് ഉണ്ടാവണം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് കൂടി ഉണ്ടോ എന്ന് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നോക്കും. ദെൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഇൻക്രീസ് ഇൻ റിയൽ GDPയിൽ ഇൻക്രീസ് ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആണ്. അവിടെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റേഷൻ്റെ മെഷേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ജെൻഡർ റിലേറ്റഡ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ്.
Then economic growth brings quantitative changes in the economy ആണെങ്കിൽ economic development brings both quantitative and also the qualitative changes in the economy. Then economic growth എന്ന് പറയുന്നത് ഒരു narrow concept ആണ്, but economic development എന്ന് പറഞ്ഞാൽ കുറച്ച് broader concept ആണ്, ഒരു normative concept ആണ്. Then economic growth is a more relevant measures for progress in developed countries, but it is widely used in all countries because growth is necessary condition for the development. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ മെയിൻലി എന്താണ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ പറയും. ബട്ട് ഇത് എക്കണോമിക് ഗ്രോത്ത് എല്ലാ രാജ്യത്തും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാരണം എന്താണ്, ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഒരു ബേസിക് നെസസറി കണ്ടീഷനാണ് എന്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത്. ദെൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് മോർ റെലവൻറ്റ് ടു മെഷർ ദ പ്രോഗ്രസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ്. ഇത് നമ്മൾ ഡെവലപ്പിംഗ് നേഷൻസിൻ്റെയാണ് പറയുന്നത്. ദെൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ യൂണി ഡയമെൻഷനലാണ്, ബട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനലാണ്. ദെൻ എക്കണോമിക് growth is independent of the development ആണ്, but economic development can only happen if economic growth take place. Then measurement of economic development. Then economic development മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, പർച്ചേസിംഗ് പവർ പാരിറ്റി, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആൻഡ് ഗ്രീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. Then the first measure of the economic development ആണ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ അപ്രോച്ച് ടു മെഷർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. വേൾഡ് ബാങ്ക് എന്താണ് പെർ ക്യാപിറ്റ ഗ്രോസ് നാഷണൽ ഇൻകം ആണ് മെഷറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം. അത് ഉപയോഗിച്ചിട്ട് നേഷൻസിനെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2012 പ്രകാരം പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേഷൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ലോ ഇൻകം കൺട്രീസ്, മിഡിൽ ഇൻകം കൺട്രീസ് ആൻഡ് ഹൈ ഇൻകം കൺട്രീസ്. Then according to this classification, ഇന്ത്യ എന്ന് പറയുന്നത് മിഡിൽ ഇൻകം കൺട്രീസിലാണ് ഉൾപ്പെടുന്നത്. Then since official exchange rate is used in the international comparison of GNI, therefore they do not give the correct picture of two reason. And the purchasing power capacity of the country ignored, and official exchange rate does not reflect on the value of non-traded goods. ഇത്തരം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു പിക്ചർ റിവീൽ ചെയ്യില്ല. Then in order to overcome the problem, following the work of IB Kravis and other international comparison of real product and the purchasing power, UN International Comparison Program gave the purchasing power parity method. Based on the PPP method, according to the World Bank, the GNI per capita of India is calculated to the $3,640 in 2011. അതായത് ഈ ഒരു നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഡ്രോബാക്സ് ഉള്ളതുകൊണ്ട് വേൾഡ് ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു അനദർ മെത്തേഡാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി മെത്തേഡ് എന്നുള്ളത്. അത് പ്രകാരം ഇന്ത്യയുടെ GNI പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് $3,240 in 2011. അടുത്തതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി. ദ പർച്ചേസിംഗ് പവർ പാരിറ്റി അപ്രോച്ച് കൊണ്ടുവരുന്നത് എക്കണോമിസ്റ്റായ ഗസ്റ്റോ കാസലാണ് ഇൻ 1980. ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ലോ ഓഫ് വൺ പ്രൈസ് എന്ന കൺസെപ്റ്റിനോടാണ്. ഇതിൽ പറയുന്നത് ദർ ഈസ് ആബ്സെൻസ് ഓഫ് ട്രേഡ് ആൻഡ് നോൺ ട്രേഡ് ബാരിയേഴ്സ്. അതുകൊണ്ട് തന്നെ ഐഡൻറ്റിക്കൽ ഗുഡ്സ് വിൽ ബി സെയിം പ്രൈസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് വെൻ ദ പ്രൈസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം കറൻസി. അതായത് സെയിം കറൻസിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഐഡൻറ്റിക്കൽ ഗുഡ്സിന് സെയിം പ്രൈസ് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. സോ പർച്ചേസിംഗ് പവർ പാരിറ്റി കൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് വൺ പ്രൈസ്. ഇനി PPP ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ കൺട്രീസ് കറൻസി റിക്വയർഡ് ടു ബൈ the same amount of goods and services in the domestic market as $1 would buy in the United States. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഒരേ കമ്മോഡിറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്ര രൂപയാണ് ചിലവാക്കുന്നത് അത് ഈസ് ഈക്വൽ ടു $1 എത്ര വേണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 30 രൂപയ്ക്ക് എന്താണ് എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി മേടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ 30 രൂപയ്ക്ക് 1 കിലോ ഓറഞ്ച് മേടിക്കാമെന്ന് വിചാരിക്കാം. ആ 1 കിലോ ഓറഞ്ച് എന്നുള്ളത് ഇനി എന്താ നമുക്ക് അവിടെ US കിട്ടുന്നത് $1 കിട്ടുന്നതെങ്കിൽ ആ 30 രൂപയുടെ 1 കിലോ ഓറഞ്ച് ഈസ് ഈക്വൽ ടു $1 ആയിരിക്കും. അപ്പോൾ $1 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, 30 രൂപ. അതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
Then അടുത്തൊരു measure of economic development ആണ് physical quality of life index, that is PQLI. This PQLI was the first attempt towards providing comprehensive measure of economic development. It was developed by Morris David Morris in mid-1970s. അതായത് ഒരു mid-1970s മോറിസ് ഡേവിഡ് മോറിസ് ആണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു കോംപ്രിഹെൻസീവ് മെഷർ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ PQLI എന്ന് പറയുന്നത് average of three values ആണ്, that is life expectancy, basic literacy rate and infant mortality rate. ഇതിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് ആണ് PQLI എന്ന് പറയുന്നത്. Then each value was scaled on 1 to 100, where 1 represent the worst and 100 represent the best. The next measure of economic development is Human Development Index, that is HDI. This Human Development Index was developed by or introduced by United Nations Development Program in a Human Development Report. It's a first Human Development Report. It was prepared by the Mahbub ul Haq in 1990. ദെൻ ഈ ഒരു 1990 കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വൈഡനിങ് പീപ്പിൾസ് ചോയ്സ് ആസ് വെൽ ആസ് റൈസിങ് ദ ലെവൽ ഓഫ് വെൽബീയിങ് അച്ചീവ്ഡ്. അതായത് ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എൻഹാൻസ് ചെയ്യണം, അതുപോലെ തന്നെ അവരുടെ പീപ്പിൾസ് ചോയ്സ് അവൈലബിൾ ആയിട്ടുള്ള ആ പീപ്പിൾസ് ചോയ്സ് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ എസെൻഷ്യൽ കോമ്പോണൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെൻ്റ് ആണെന്നാണ് ഈ ഒരു ഇൻഡെക്സിൽ പറയുന്നത്, ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. Then HDI measure the average achievements in country in 3 basic dimensions of human development. 3 തരത്തിലുള്ള ബേസിക് ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ, 3 ഡയമെൻഷൻസ് ആണ് നോക്കുന്നത്. അതിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, ആക്സസ് ടു നോളേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതാണ് 3 ഡയമെൻഷൻസ് ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ 3ൻ്റെയും ആവറേജ് ആണ് നമ്മൾ HDI മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ 2010 HDR റിപ്പോർട്ട് പ്രകാരം അവർ ന്യൂ അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു അപ്രോച്ചിൽ ജിയോമെട്രിക് മീൻ ഓഫ് ഈ ഇൻഡിസസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഓരോ ഡയമെൻഷൻ്റെയും നമ്മൾ ജിയോമെട്രിക് മീൻ ആണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ എന്തൊക്കെയാണ് HDIൻ്റെ ഡയമെൻഷൻസ്, ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് 3 ഡയമെൻഷൻസ് ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇനി ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ആണ്. ദെൻ നോളേജിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആണ്. അതുപോലെ തന്നെ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് GNI പെർ ക്യാപിറ്റ ആണ്. ദെൻ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്ന ആ ഡയമെൻഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതായത് നമ്മുടെ ഡയമെൻഷൻ എന്തായിരുന്നു, ലോങ് ആൻഡ് ഹെൽത്തി ലൈഫാണ്. ദെൻ വി ഗെറ്റ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. ദെൻ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഉപയോഗിച്ച് വി ഗെറ്റ് എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. ദെൻ GNI പെർ ക്യാപിറ്റ ഉപയോഗിച്ചിട്ട് വി കാൽക്കുലേറ്റ് GNI ഇൻഡെക്സ്. ദെൻ ഈ ഒരു 3 എണ്ണത്തിൻ്റെയും ജിയോമെട്രിക് മീൻ ആണ് എന്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. Then next one is Inequality Adjusted Human Development Index, that is IHDI. The IHDI adjusts the Human Development Index for inequality in distribution of each dimensions across the population. The IHDI accounts for inequalities in HDI dimension by discounting each dimension's average value according to its level of inequality. ദെൻ ഇതിൽ പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ ഇനീക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, ഓരോ ഡയമെൻഷനിലും ഇനീക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നാണ് ഈ ഒരു IHDIയിൽ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ദെൻ IHDI HDIനോട് ഈക്വൽ ആവണമെങ്കിൽ അവിടെ ദർ ഈസ് നോ ഇനീക്വാളിറ്റി ആയിരിക്കണം. ഇനീക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ എന്താണ് IHDI ഈക്വൽസ് HDI ആയിരിക്കും. ഇനി IHDI ഈസ് ലെസ് ദാൻ HDI ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനീക്വാളിറ്റി കൂടുതലാണെന്നാണ്. ഇൻ ദ സെൻസ് IHDI ഈസ് ആക്ച്വൽ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് IHDI എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ ഇനീക്വാളിറ്റി അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്.
HDI എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കാണുന്നത് ഇസ് എൻ ഇൻഡെക്സ് ഓഫ് പൊട്ടൻഷ്യൽ ആയിട്ടാണ്. ദെൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ദാറ്റ് കുഡ് ബി അച്ചീവ്ഡ് ഇഫ് ദർ വാസ് നോ ഇൻഇക്വാളിറ്റി. അപ്പം മാക്സിമം ലെവൽ ഓഫ് HDI നമുക്ക് കിട്ടുക എങ്ങനെയാണ്? അവിടെ ഇൻഇക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് മാക്സിമം ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്. ദെൻ ലോസ് ഇൻ പൊട്ടൻഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഡ്യൂ ടു ഇൻഇക്വാളിറ്റി ഈസ് ഗിവൺ ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ HDI ആൻഡ് IHDI. ഇത് നമുക്ക് എത്രമാത്രം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ ലോസ് ഉണ്ടാവുന്നുണ്ട് ഈ ഇനീക്വാളിറ്റി മൂലം, അതാണ് IHDIയിൽ കാണിക്കുന്നത്. ഈ HDIയും IHDIയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പെർസെൻറ്റേജ് ലോസ് ഇൻ HDI ഡ്യൂ ടു ഇനീക്വാളിറ്റീസ്. അതായത് എത്രമാത്രം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇനീക്വാളിറ്റി മൂലം നഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ദാറ്റ് പെർസെൻറ്റേജ് ലോസ് ആണ് ഈ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2019 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 130 ആണ്. ദെൻ എങ്ങനെയാണ് IHDI കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. സെയിം HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, അതിൻ്റെ ഡയമെൻഷൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. ബട്ട് ഒരു ഡിഫറൻസ് എന്നുള്ളത് അവിടെ നമ്മൾ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം HDIൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, അതുപോലെ തന്നെ നോളജിൻ്റെ മീനി ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, ദെൻ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൻ്റെ GNI പെർ ക്യാപിറ്റ. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഡയമെൻഷൻസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ലൈഫ് എക്സ്പെക്റ്റൻസിയും ഇയർ ഓഫ് സ്കൂളിങ്ങും ഇൻകം ആൻഡ് കൺസംഷനൊക്കെ ഉപയോഗിച്ചിട്ട്. ദെൻ എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3 എണ്ണത്തിൻ്റെ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്, അതുപോലെ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, ദെൻ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഇൻകം ഇൻഡെക്സ്. ദെൻ വി കാൽക്കുലേറ്റ് ദ ഇനീക്വാളിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. Then next one is Gender Inequality Index, that is GII. നമുക്കറിയാം ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ട്. ഇതൊരു മേജർ ബാരിയർ ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനുള്ളത്. ജെൻഡർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലെങ്കിൽ വുമൺ ആൻഡ് മെൻ തമ്മിലുള്ള ഒരു ഇനീക്വാളിറ്റിനെയാണ് നമ്മൾ ജെൻഡർ ഇനീക്വാളിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഈ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഈസ് സെയിം ആസ് HDI കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ HDIൻ്റെ അതേ ഫ്രെയിം വർക്ക് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബട്ട് ഒരു ഡിഫറൻസ് ഉള്ളത്, ഇത് നമ്മൾ രണ്ടിലും വുമണിനും മെന്നിനും എങ്ങനെയാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ആ ഡിഫറൻസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ജെൻഡർ ഇനീക്വാളിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ എത്രമാത്രം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ഈ ജെൻഡർ ഇനീക്വാളിറ്റി മൂലം ലോസ് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു 3 ആസ്പെക്റ്റ് ആണുള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആൻഡ് അഡോൾസൻറ്റ് ബർത്ത് റേറ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ആണ് എംപവർമെൻറ്റ്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊപ്പോർഷൻ ഓഫ് പാർലമെൻ്ററി സീറ്റ്സ് ഓക്യുപ്പൈഡ് ബൈ ദ ഫീമെയിൽസ് ആൻഡ് proportion of adult females and males aged 25 years and older with at least some secondary education. Then and economic status. Then economic status measure ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലേബർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. തേർഡ് വൺ ആണ് ലേബർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ലേബർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഓഫ് ഫീമെയിൽസ് ആൻഡ് മെയിൽ പോപ്പുലേഷൻ ഏജ്ഡ് 15 years ഓൾഡ് ആൻഡ് ഓൾഡർ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് GI വാല്യൂ ഹയർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഈസ് മോർ ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ലോസ് കൂടുതലാണെന്നാണ്. ജെൻഡർ ഇനീക്വാളിറ്റി ഇൻഡെക്സിൻ്റെ ഫ്രെയിം വർക്ക് നോക്കാം. അതായത് 3 ഡയമെൻഷൻസ് ആണുള്ളതെന്ന് പറഞ്ഞു, ഹെൽത്ത്, എംപവർമെൻറ്റ് ആൻഡ് ലേബർ മാർക്കറ്റ്. ഇനി ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആൻഡ് അഡോൾസൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ഇത് രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻഡെക്സ്. ദെൻ അത് നമ്മൾ ഫീമെയിൽ ജെൻഡർ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനടുത്തൊരു ഡയമെൻഷനാണ് എംപവർമെൻറ്റ്. ഇതിൽ 2 കാര്യങ്ങളാണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട്. ദാറ്റ് ഈസ് ഫീമെയിൽ and male population with at least secondary education and female male shares of parliamentary seats. Then ഈ ഫീമെയിൽ ആൻഡ് മെയിൽ പോപ്പുലേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഫീമെയിൽ എംപവർമെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ദെൻ അടുത്തതാണ് ലേബർ മാർക്കറ്റ്. അതിൽ ഫീമെയിൽ ആൻഡ് മെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫീമെയിൽ ലേബർ മാർക്കറ്റ് ഇൻഡെക്സും മെയിൽ ലേബർ മാർക്കറ്റ് ഇൻഡെക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻഡെക്സ്, ഫീമെയിൽ എംപവർമെൻറ്റ് ഇൻഡെക്സ് ആൻഡ് ഫീമെയിൽ ലേബർ മാർക്കറ്റ് ഇൻഡെക്സ്, ഈ മൂന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഫീമെയിൽ ജെൻഡർ ഇൻഡെക്സ്. ദെൻ അടുത്തതാണ് നമ്മൾ മെയിലിൻ്റെ നോക്കുകയാണ്. മെയിൽ ലേബർ മാർക്കറ്റ് ഇൻഡെക്സ് കിട്ടി. അതുപോലെ തന്നെ ഫീമെയിൽ മെയിൽ പോപ്പുലേഷൻ, ഇതും ഫീമെയിൽ മെയിൽ ഷെയർസ് ഓഫ് പാർലമെൻ്ററി സീറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? മെയിൽ എംപവർമെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മെയിൽ എംപവർമെൻറ്റ് ഇൻഡെക്സ്, മെയിൽ ലേബർ മാർക്കറ്റ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെയിൽ ജെൻഡർ ഇൻഡെക്സ് കണ്ടുപിടിച്ചു. ദെൻ ഈ ഫീമെയിൽ ജെൻഡർ ഇൻഡെക്സ്, മെയിൽ ജെൻഡർ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജെൻഡർ ഇനീക്വാളിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The next measure is Human Poverty Index. The Human Poverty Index is an indication to the standard of living in a country developed by the United Nations to complement the Human Development Index and was first reported as a part of Human Development Report in 1997. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് HPI, ഇത് ഡെവലപ്പ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. 1997 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലാണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ HDI കാണുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്, അതിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ മെഷർ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിലും നമ്മളൊരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എത്രമാത്രം ഒരു രാജ്യത്ത് ഡിപ്രവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു രാജ്യത്ത് പോവർട്ടി ഉണ്ട്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HDIയിലുള്ള അതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. ലോഞ്ചിവിറ്റി, നോളേജ് ആൻഡ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് നമ്മൾ HDIയിൽ യൂസ് ചെയ്യുന്നത്. അതേ 3 എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ HPIയിൽ ഡിപ്രവേഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ദെൻ ഈ 2009 റിപ്പോർട്ടിൽ നമ്മൾ എന്താണ് OECD കൺട്രീസിൽ, റിച്ച് ഹൈ ഇൻകം OECD കൺട്രീസിനും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിനും പ്രത്യേകമായിട്ട് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സോഷ്യോ എക്കണോമിക് ഡിഫറൻസ് ഈ രാജ്യങ്ങൾ തമ്മിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇത് 2010 എന്താക്കി മാറ്റി? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആക്കി. അതായത് ഇൻ 2010 ഇറ്റ് വാസ് സപ്ലാന്റഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. Next measure is Multi-Dimensional Poverty Index, that is MPI. ഈ MPI ഡെവലപ്പ് ചെയ്യുന്നത് 2010 ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും UNDPയും ചേർന്നിട്ടാണ് ഈ ഒരു മെഷർ കൊണ്ടുവരുന്നത്. ദെൻ ഇതിൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ടു ഡിറ്റർമൈൻ പോവർട്ടി ബിയോണ്ട് ഇൻകം ബേസ്ഡ് ലിസ്റ്റ് വർ യൂസ്ഡ്. അതായത് പോവർട്ടീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പല ഇൻഡിക്കേറ്റേഴ്സും നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻകം മാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് ഇസ് എൻ ഇൻഡെക്സ് ഓഫ് അക്യൂട്ട് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ആണ്. അത്രമാത്രം ജനങ്ങൾ മൾട്ടി ഡയമെൻഷനലി പുവർ ആണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ദെൻ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ HDI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അതേ ഡയമെൻഷൻസ് തന്നെയാണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ ഓരോ ഡയമെൻഷൻസും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈച്ച് ഡയമെൻഷനും ഈച്ച് ഇൻഡിക്കേറ്ററിനും വിത്തിൻ എ ഡയമെൻഷൻ ഈസ് ഈക്വലി വെയ്റ്റഡ് ആയിരിക്കും. ഇനി ലോവർ ദ ഇൻഡെക്സ് വാല്യൂ ആണെങ്കിൽ ലെസർ ദ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. ദെൻ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ ഫ്രെയിംവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ HDIൻ്റെ 3 ഡയമെൻഷൻസ് പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ബട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇവിടെ നമ്മൾ 10 ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഹെൽത്തിൽ യൂസ് ചെയ്യുന്നത് ന്യൂട്രീഷനും ചൈൽഡ് മോർട്ടാലിറ്റിയും ആണ്. ദെൻ എഡ്യൂക്കേഷൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും ചിൽഡ്രൻ എൻറോൾഡും ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൽ കുറേ വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എല്ലാതും ഇൻകം മാത്രമായിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഫ്യൂവൽ, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫ്ലോർ, അസെറ്റ്, ഈ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളിതിൽ മെഷർ ചെയ്യുന്നുണ്ട്. ദെൻ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രമാത്രം ഇൻറ്റൻസിറ്റി ഓഫ് പോവർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ് കൗണ്ട് റേഷ്യോ എത്രയാണ്. ദെൻ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നു. Here we going to discuss module 3, that is economic planning. Then economic planning.
Economic planning means, according to Professor Lionel Robbins, economic planning is a collective control or separation of private activities of production and exchange. Then Hayek പറയുന്നത് economic planning is direction of productive activity by the central authority. Then according to Dalton, economic planning is the widest sense is the deliberate direction by the person is a charge of large resource of economic activity towards chosen end. ഇത് ലൈനർ റോബിൻസ് ആണെങ്കിലും ഹയക്ക് ആണെങ്കിലും ഡാൾട്ടൺ ആണെങ്കിലും ഒക്കെ പറയുന്നതിൻ്റെ ഒരു കോമൺ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് പ്ലാനിങ് മീൻസ് എ ഡെലിബറേറ്റ് കൺട്രോൾ ആൻഡ് എ ഡയറക്ഷൻ ഓഫ് ദി ഇക്കോണമി ബൈ എ സെൻട്രൽ അതോറിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് definite targets and objective within a specified period of time. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ അതോറിറ്റി കുറച്ച് ഡയറക്ഷൻസും അതുപോലെ ഡെലിബറേറ്റ് കൺട്രോളും കൊണ്ടുവരാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇപ്പോൾ നമ്മൾക്ക് ഇന്ത്യയിലാണെങ്കിൽ എന്താണ് 5 year പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 5 വർഷത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ കുറച്ച് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. ഈ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒബ്ജക്റ്റീവ്സും ഈ ടാർഗറ്റ്സും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് എക്കണോമിക് റിസോഴ്സസിൽ കുറച്ച് ഡയറക്ഷൻ കൊണ്ടുവരും, അതുപോലെ തന്നെ കൺട്രോളും കൊണ്ടുവരും. അതായത് ഇങ്ങനെയൊക്കെയാണ് റിസോഴ്സസ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ കൺട്രോളും കൊണ്ടുവരാണ് ഇനിയാണ് എന്ത് പറയുന്നത് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്പിംഗ് കൺട്രീസിൽ നമുക്ക് 2 മെയിൻ ഫീച്ചേഴ്സാണ് എക്കണോമിക് പ്ലാനുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഗവൺമെൻറ് മൊബിലൈസ് ദ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആൻഡ് ആൾസോ യൂട്ടിലൈസ് ഫോറിൻ ഫിനാൻസ് ടു ക്യാരി ഔട്ട് സച്ച് പ്രോജക്ട്സ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ഇൻഡ്യൂസ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ദിസ് ഇൻവോൾവ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യും? റിസോഴ്സസ് ഒക്കെ ഡൊമസ്റ്റിക് റിസോഴ്സസ് ഒക്കെ മൊബിലൈസ് ചെയ്യും. ദെൻ ആൾസോ ഫോറിൻ ഫിനാൻസും കൊണ്ടുവരും. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് പ്രൈവറ്റ് സെക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതുപോലെ ഹെവി ഇൻഡസ്ട്രീസും ഒക്കെ ഇതിൽ ഉൾപ്പെടും. ദെൻ അടുത്തത് ദ ഗവൺമെൻറ് അഡോപ്റ്റ് സർട്ടൻ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ടു സ്റ്റിമുലേറ്റ് പ്രൈവറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി and to ensure harmony between the social objectives of the government and the behavior of the private producers and businessmen. Then government എന്ത് ചെയ്യും? മോണിറ്ററിങ് ഫിസിക്കൽ പോളിസീസ് ഒക്കെ കൊണ്ടുവരും. ഈ പോളിസീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അതുവഴി സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലൊക്കെ ഹാർമണി കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ്. ദെൻ എന്താണ് അതുവഴി ബിഹേവിയർ ഓഫ് ദ പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബിസിനസ്മാനും ഗവൺമെൻറ്റും തമ്മിലൊക്കെയുള്ള അവരുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ ഒരു ഹാർമണി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്താണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് മിക്സ്ഡ് പ്ലാനിങ് ആണ്. മാർക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ് ഉണ്ട്. സോ രണ്ടും എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെൻ്ററി ടു വൺ അനദർ ആണ്. Then we are going to discuss different types of planning. The first is planning by direction and planning by inducement. Then financial planning and physical planning, perspective planning and annual planning, indicative planning and imperative planning, democratic planning and totalitarian planning, rolling plan and fixed plan, and centralized and decentralized planning. Then the first classification is planning by direction and planning by inducement. ഈ പ്ലാനിങ് ബൈ ഡയറക്ഷനിൽ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടായിരിക്കും. ഈ സെൻട്രൽ അതോറിറ്റിയാണ് പ്ലാൻ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നതും. ദെൻ അവിടെ എന്താണ്? ദർ ഈസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ലെസേഴ്സ് ഫെയർ ആയിരിക്കും. അവിടെ ഒരു സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ്റെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല. അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ്സ് ആൻഡ് പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സെൻട്രൽ അതോറിറ്റി പ്ലാൻ ആൻഡ് ഡയറക്റ്റ് ആൻഡ് എക്സിക്യൂട്ട് ദി ഓൾ ഓർഡേഴ്സ്. അതാണ് എന്ത് പ്ലാൻ ബൈ ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള പ്ലാനിങ് കോംപ്രിഹെൻസീവ് ആയിരിക്കും, അതുപോലെ തന്നെ എൻകംപോസസ് ദ എൻറ്റയർ ഇക്കോണമി.
അതാണ് പ്ലാനിംഗ് ബൈ ഡയറക്ഷൻ്റെ പ്രത്യേകത. ദെൻ പ്ലാനിംഗ് ബൈ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡെമോക്രാറ്റിക് പ്ലാനിംഗ് ആണ്. ഇവിടെ എന്താണെങ്കിൽ കമ്പൽഷൻ ഇല്ല, ബട്ട് അവിടെ പെർസ്യൂഷൻ ഉണ്ട്, അവിടെ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് കൺസംഷൻ, ഫ്രീഡം ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. ബട്ട് എല്ലാ ഫ്രീഡമും സബ്ജക്റ്റ് ടു ദ സ്റ്റേറ്റ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ. ജനങ്ങളെല്ലാതും സ്റ്റേറ്റിൻ്റെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ മെഷേഴ്സിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ദെൻ ഈ പ്ലാനിംഗ് ബൈ ഇൻഡ്യൂസ്മെൻറ്റിന് പ്ലാനിംഗ് ബൈ ഡയറക്ഷൻ്റെ അതേ അച്ചീവ്മെൻറ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. Next is financial planning and physical planning. Financial planning എന്ന് പറയുന്നത് it refers to the technique of planning in which resources are allocated in terms of money. ഇവിടെ നമ്മൾ റിസോഴ്സസിനൊക്കെ പറയുന്നത് ഇൻ ടേംസ് ഓഫ് മണിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ദെൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് എസെൻഷ്യൽ ഇൻ ഓർഡർ ടു റിമൂവ് ദ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ദ സപ്ലൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ വേരിയസ് പ്രൊജക്ട്. Thus, financial planning is thought to secure a balance between the demand and supplies and avoid inflation and bring about economic stability. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് പ്രൊജക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് അത്യാവശ്യമാണ്. ദെൻ ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാനും ഇൻഫ്ലേഷൻ അവോയ്ഡ് ചെയ്യുന്നതിനും അതുവഴി ഇക്കണോമിക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നതിനും സാധിക്കും. സോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്താണ് ബേസിക് ടെക്നിക് ഓഫ് പ്ലാനിങ് വിച്ച് റിസോഴ്സസ് ആർ allocated in terms of money. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻ ടേംസ് ഓഫ് മണിയിലായിരിക്കും നമ്മൾ റിസോഴ്സസിനെ അലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്താണ് ഫിസിക്കൽ പ്ലാനിങ്. ഫിസിക്കൽ പ്ലാനിങ്ങിൽ നമ്മൾ റിസോഴ്സസ് എല്ലാം അലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മെൻ, മെറ്റീരിയൽ ആൻഡ് മെഷീനറി, അതായത് റിയൽ ടേംസിലായിരിക്കും, അത് റിയൽ റിസോഴ്സസ് ആയിരിക്കും. ഇൻ ഫിസിക്കൽ പ്ലാനിങ്ങിൽ ഓവറോൾ അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓഫ് ദ അവൈലബിൾ റിയൽ റിസോഴ്സസ്, അതായത് റോ മെറ്റീരിയൽ ആയിരിക്കാം, മാൻ പവർ ആയിരിക്കാം, മെഷീനറി ആയിരിക്കാം, എല്ലാതും എന്താണ് റിയൽ റിസോഴ്സസ് ആണ്. ദെൻ ഹൗ ദേ ഹാവ് ടു ബി ഒബ്റ്റെയിൻ സോ ദാറ്റ് ബോട്ടിൽനെക്സ് മേ ബി എലിമിനേറ്റഡ് ഡ്യൂറിങ് ദ പ്ലാൻ. എങ്ങനെയൊക്കെ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഒബ്റ്റെയിൻ ചെയ്യാം, അതുപോലെ എങ്ങനെയൊക്കെ ഈ ബോട്ടിൽനെക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ ഈ പ്ലാനിങ് നോക്കുന്നുണ്ട്. അതുപോലെ ദ ഫിസിക്കൽ പ്ലാനിങ് റിക്വയർസ് എ ഫിക്സേഷൻ ഓഫ് ഫിസിക്കൽ ടാർഗറ്റ്സ് വിത്ത് റിഗാർഡ് ടു അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, സോഷ്യോ കൾച്ചറൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, കൺസംഷൻ ലെവൽസ് ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം ആൻഡ് investment levels of the economy. Then physical planning has to be viewed as an overall long-term planning rather than a short-term piecemeal planning. അതായത് ഈ ഫിസിക്കൽ പ്ലാനിങ്ങിൽ നമ്മൾ നോക്കുന്നത് ഓവറോൾ ലോങ് ടേം പ്ലാനിങ് ആണ്, അല്ലാതെ ഷോർട്ട് ടേം പ്ലാൻ അല്ല. ദെൻ ഇതിൽ ഓരോന്നിലും ഫിസിക്കൽ പ്ലാനിങ്ങിൽ ഓരോ ഇതിലും, അതായത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഫിസിക്കൽ ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും, നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടായിരിക്കും അലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിനടുത്താണ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് ആൻഡ് ആനുവൽ പ്ലാനിങ്. പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്ലാനിങ് ആണ്. അതിലെന്താണ് ലോങ് റേഞ്ച് ഓഫ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ പീരീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഈ പീരീഡ് ഓഫ് 15 years ആയിരിക്കാം, 20 years ആയിരിക്കാം, ഓർ 25 years ആയിരിക്കാം. ബട്ട് ഈ പെർസ്പെക്റ്റീവ് പ്ലാൻ നമ്മൾ ലോങ് പ്ലാനിങ് ആണെന്ന് പറഞ്ഞു. അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു 15 yearsലേക്ക് 20 yearsലേക്ക് എൻറ്റയർ പീരീഡിൽ ഒരു വൺ പ്ലാൻ ആണ് ഉള്ളത് എന്നില്ല. ഈ ഓരോ 15 yearsൽ 20 yearsൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. ദെൻ അത് അച്ചീവ് ചെയ്യേണ്ട പാകത്തിന് നമ്മൾ എന്താണ് ഷോർട്ട് പീരീഡ് പ്ലാൻസും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്ലാൻ ഓഫ് 4 years ഓർ 5 years ഓർ 6 years ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു 20 yearലെ പ്ലാൻ ആണെങ്കിൽ നമ്മൾ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 5 വർഷം കൂടുമ്പോഴുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഷോർട്ട് ടേം പ്ലാൻസും അതിലുണ്ടാവും. അല്ലാതെ ബട്ട് ഈ ഒരു 20 year കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഒരു സർട്ടൻ ഗോൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം, അത് അച്ചീവ് ചെയ്യാണ്ടി വരും. ദെൻ അടുത്താണ് ആനുവൽ പ്ലാൻസ്. ആനുവൽ പ്ലാൻസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ പ്ലാൻസ് 5 year പ്ലാൻസിനൊക്കെ എന്താണ് കുറച്ച് ഷോർട്ട് ടേം ആനുവൽ പ്ലാൻസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഈ ആനുവൽ പ്ലാൻ എന്ന് പറയുന്നത് ഈ 5 year പ്ലാൻ്റെ ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ആനുവൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ഈ പ്ലാൻസ് വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് റീജിയണൽ പ്ലാൻസ് ആയിരിക്കാം, സെക്ടർ പ്ലാൻസ് ആയിരിക്കാം. ഇനി റീജിയണൽ പ്ലാൻസ് എന്ന് പറയുന്നത് സെർട്ടൻ റീജിയൻസ്, ഡിസ്ട്രിക്ട്, ലൊക്കാലിറ്റീസ് അതിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ സെക്ടർ പ്ലാൻസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെർട്ടൻ സെക്ടേഴ്സിനെ ആയിരിക്കാം, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫോറിൻ ട്രേഡ് ആൻഡ് സോ ഓൺ.
The next is indicative planning and imperative planning. Indicative planning എന്ന് പറയുന്നത് this planning system is a French system of planning and which is based on the principle of decentralization in the operation and the execution of the national plan. അതായത് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇമ്പറേറ്റീവ് അല്ല, ഇതൊരു ഫ്ലെക്സിബിൾ പ്ലാനാണ്. ആൻഡ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഡീസെൻട്രലൈസേഷൻ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ ഓപ്പറേഷനിലായാലും എക്സിക്യൂഷനിലായാലും ഈ ഒരു ഡീസെൻട്രലൈസേഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഈ പ്ലാൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഇൻറ്റിഗ്രേറ്റീവ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ റിജിഡ്ലി കൺട്രോൾ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഡയറക്റ്റും ചെയ്യുന്നില്ല. ഇന്ന ടാർഗറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഡയറക്റ്റും ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് പ്രൈവറ്റ് സെക്ടറിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓരോ പ്രൈവറ്റ് സെക്ടറിനും സെർട്ടൻ ടാർഗറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. ബട്ട് അവരെ ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ദെൻ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻ. ഇൻഡിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഏത് ഏരിയസിലൊക്കെയാണ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇൻഡിക്കേറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ അവർ കൺട്രോൾ ചെയ്യുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ഡയറക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഇംപറേറ്റീവ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എല്ലാ റിസോഴ്സസും ഇക്കോണമിയിലുള്ളതിനെയൊക്കെ ഡിറക്ഷൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. എല്ലാതും അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ ഓവർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മേലൊക്കെ കംപ്ലീറ്റ് കൺട്രോൾ ആർക്കുണ്ടായിരിക്കും, സ്റ്റേറ്റിനുണ്ടായിരിക്കും. ദെൻ എൻറ്റയർ റിസോഴ്സസ് ഓഫ് ദ കൺട്രി ആർ യൂസ്ഡ് ടു മാക്സിമം ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ ടാർഗറ്റ്സ് ഓഫ് ദ പ്ലാൻ. അതായത് അവിടെ കൺസ്യൂമേഴ്സിന് സോവറിറ്റി ഒന്നുമില്ല, സ്റ്റേറ്റ് ആണ് എല്ലാം തീരുമാനിക്കുന്നത്. ദെൻ ഫുൾ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പ്ലാൻ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഫാക്ടറീസിൻ്റെ അല്ലെങ്കിൽ ഫേംസിൻ്റെ മാനേജേഴ്സ് ആയിരിക്കും ഓൺ ദ direction of planning commission or the central planning authority. So since the government policies and the decisions are rigid and they cannot be changed and easily. So government policies അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കൺട്രോൾ സ്റ്റേറ്റ് പറയുന്ന പോലെ ആയിരിക്കും എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. അവിടെ കൺസ്യൂമർ സോവറിറ്റി ഒന്നുമില്ല. അതാണ് ഇംപറേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ബട്ട് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങിൽ എന്താണ്, ഫുൾ ഫ്രീഡം ഉണ്ട്, സ്മോൾ ഫ്ലെക്സിബിൾ ആണ് ദാൻ ഇംപറേറ്റീവ് പ്ലാനിങ്. നെക്സ്റ്റ് ഈസ് ഡെമോക്രാറ്റിക് പ്ലാനിങ് ആൻഡ് ടോട്ടാലിറ്റേറിയൻ പ്ലാനിങ്. ഈ ടോട്ടാലിറ്റേറിയൻ ഓർ അതോറിറ്റേറിയൻ പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സെൻട്രൽ കൺട്രോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഡയറക്ഷൻ ഓഫ് ഓൾ ഇക്കണോമിക് പ്ലാൻ ആക്ടിവിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് സിംഗിൾ പ്ലാൻ. അതായത് സെൻട്രൽ അതോറിറ്റിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ദെൻ ദർ ഈസ് എ പ്ലാനിങ് ബൈ ഡയറക്ഷൻ വർ കൺസംഷൻ, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഓൾ കൺട്രോൾ ബൈ ദ സ്റ്റേറ്റ്. എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ അവിടെ പ്ലാനിങ് അതോറിറ്റി ആണ് സുപ്രീം ബോഡി എന്ന് പറയുന്നത്. ദെൻ അവരാണ് തീരുമാനിക്കുന്നത് എത്ര ടാർഗറ്റ്സ്, എത്ര സ്കീംസ്, അലൊക്കേഷൻസ്, മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാൻ. ദെൻ അവിടെ യാതൊരു ഒപ്പോസിഷനും ഉണ്ടാവില്ല. ദെൻ പീപ്പിൾ ഹാവ് ടു ആക്സെപ്റ്റ് ആൻഡ് റിജിഡ്ലി ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ. ജനങ്ങൾ എന്തായാലും അതൊക്കെ സ്വീകരിച്ചേ പറ്റൂ ആൻഡ് പ്ലാൻ എല്ലാം റിജിഡ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്താണ്, പ്ലാനിങ് അതോറിറ്റിയാണ് സുപ്രീം ബോഡി അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് സുപ്രീം ബോഡി എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ അതോറിറ്റി ആയിരിക്കും എല്ലാം തീരുമാനിക്കുന്നത്. ബട്ട് ഡെമോക്രാറ്റിക് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്താ, അവിടെ ഓരോ പ്ലാൻ സ്റ്റെപ്പിലും എവറി സ്റ്റെപ്പ് ഇൻ ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്ലാനിലും നമ്മൾ ജനങ്ങളെയും കൂടി അസോസിയേറ്റ് ചെയ്യും. അവിടെ പീപ്പിളിനും കൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ദെൻ എല്ലാ കോഓപ്പറേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഏജൻസീസ് അതുപോലെ വോളണ്ടറി ഗ്രൂപ്പ്സ് അസോസിയേഷൻ പ്ലേസ് മേജർ റോൾ ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പ്ലാനിങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടീനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് മെക്കാനിസം കൂടിയും അതിൻ്റേതായ റോൾ ചെയ്യുന്നുണ്ട്. ദെൻ ഗവൺമെൻറ് ഇക്കണോമിക് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി മെഷേഴ്സ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറും ഒരേപോലെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡെമോക്രാറ്റിക് പ്ലാനിങ്ങിൽ. ദെൻ ഡെമോക്രാറ്റിക് പ്ലാനിങ് എയിം ചെയ്യുന്നത് റിമൂവൽ ഓഫ് ഇനീക്വാളിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ത്രൂ ദ പീസ്ഫുൾ മീൻസ് ബൈ ടാക്സേഷൻ ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ദെൻ ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവൈൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിളിന് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം എല്ലാം എൻജോയ് ചെയ്യാനായിട്ടും ഡെമോക്രാറ്റിക് പ്ലാനിങ്ങിൽ സാധിക്കും.
The next one ആണ് rolling and fixed plan എന്ന് പറയുന്നത്. Rolling plan പ്രത്യേകത, every year 3 new plans are made and acted upon. First, there is a plan for the current year which include the annual budget and foreign exchange budget. Second, there is a plan for number of years, say 3 or 5 years. അതായത് റോളിംഗ് പ്ലാനിൽ എല്ലാ വർഷവും എന്തുണ്ടായിരിക്കും, 3 പ്ലാൻസും എല്ലാം ഉണ്ടാക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ആദ്യം ഒരു പ്ലാൻ സെറ്റ് ചെയ്യും കറണ്ട് ഇയറിലേക്ക് വേണ്ടിയിട്ട്. ദെൻ അതിൽ ആനുവൽ ബഡ്ജറ്റും ഫോറിൻ എക്സ്ചേഞ്ച് ബഡ്ജറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് നമ്മൾ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സിലേക്കുള്ള പ്ലാനാണ് സെറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ 3 വർഷമാവാം, 4 വർഷമാവാം, 5 വർഷമാവാം. അതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ബട്ട് ഫിക്സഡ് പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4, 5, 6, 7 വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യുകയാണ്. ആ പ്ലാനിൽ എന്താണെങ്കിൽ ആ പ്ലാനിൽ ഡെഫിനറ്റ് എയിംസും ഒബ്ജക്റ്റീവ്സും എല്ലാം ഉണ്ടായിരിക്കും. ഈ ഒരു 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് എയിമാണ് അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫിസിക്കൽ ടാർഗറ്റ്സ് ഉണ്ട്, എങ്ങനെയാണ് ഫിസിക്കൽ ടാർഗറ്റ്സ്, അതുപോലെ തന്നെ ആ പ്ലാൻ അച്ചീവ് ചെയ്യാനുള്ള ഔട്ട്ലേ എത്ര വേണം, അതായത് എത്ര പണം അതിനാവശ്യമുണ്ട്, അതെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഫിനാൻഷ്യൽ ഔട്ട്ലേയിലും അതുപോലെ ഫിസിക്കൽ ടാർഗറ്റ്സിലും എന്തെങ്കിലും ചേഞ്ച് വരിക എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ്. അല്ലാത്തടത്തോളം നമ്മൾ ആ ഒരു പ്ലാനിൽ തന്നെയായിരിക്കും പോകുന്നത്. ഇപ്പോൾ 10% ആണ് ഗ്രോത്ത് റേറ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദെൻ ആ ഫിനാൻഷ്യൽ ഔട്ട്ലേക്ക് ഇപ്പോൾ 1 crore rupees ആണെങ്കിൽ അതിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല ഒരു 4-5 വർഷത്തേക്ക്. ഇനി അതിലെന്തെങ്കിലും ചേഞ്ച് വരികപ്പോഴാണ് ഓൺലി അണ്ടർ ദി എമർജൻസി സിറ്റുവേഷനിൽ. ഇപ്പോൾ ഇന്ത്യയിലെ പ്ലാനിങ് പീരീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 5 years ആയിരുന്നു. അതുപോലെ റഷ്യയിൽ എന്തായിരുന്നു, 7 years ആയിരുന്നു. അതൊരു ഫിക്സ്ഡ് ടൈപ്പ് പ്ലാനിങ് ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ അവിടെ എൻറ്റയർ പ്ലാനിങ് പ്രോസസ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയുടെ കീഴിലായിരിക്കും. ഇനി ഈ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതും അതുപോലെ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യുന്നതും ടാർഗറ്റ് എത്ര പറയുന്നതും ദെൻ പ്രയോറിറ്റീസ് ഏതൊക്കെ സെക്ടറിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നതും എല്ലാം തീരുമാനിക്കുന്നത് എന്താണ്, ഈ ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ആയിരിക്കും. ദെൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എല്ലാം തീരുമാനിക്കുന്നത് എന്താണ്, ഈ ഒരു അതോറിറ്റിയാണ്. ദെൻ എൻ്റെ പ്ലാനിങ് പ്രോസസ്സ് ബേസ് ചെയ്തിരിക്കുന്നത് ബ്യൂറോക്രാറ്റിക് കൺട്രോളും റെഗുലേഷൻസിന് അടിസ്ഥാനത്തിലായിരിക്കും. സോ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര റിജിഡ് പ്ലാൻ ആയിരിക്കും. അവിടെ എക്കണോമിക് ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. ദെൻ ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ബൈ ദി സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ആയിരിക്കും. ബട്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും അതായത് എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ ഫ്രം ദ ഗ്രാസ് റൂട്ട്, അതായത് ഏറ്റവും താഴെത്തട്ട് ലെവലിൽ നിന്ന് എന്താണ് ഈ ഒരു പ്ലാൻ എക്സിക്യൂഷൻ പ്രോസസ്സ് തുടങ്ങും. ദെൻ അവിടെ എന്താണ് ഈ പ്ലാൻ എല്ലാം ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടായിരിക്കും ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഓഫ് ദി ഇക്കോണമി. അത് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിലും എന്താണ് ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിൻ്റെ കൺസൾട്ടേഷനും കൂടി തേടുന്നതായിരിക്കും. അതായത് ഒരു രാജ്യത്ത് ബാക്കിയുള്ള എല്ലാ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ഒരു എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അവർ കൺസൾട്ട് ചെയ്യും. അതിനനുസരിച്ചിട്ടായിരിക്കും സെൻട്രൽ പ്ലാന് ഈ എല്ലാ പ്ലാൻസും അവരുടെ എല്ലാ ഐഡിയാസും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ സ്കീംസ് എല്ലാം കൊണ്ടുവരുന്നത്. അതുപോലെ സെൻട്രൽ സ്കീംസ് ഉണ്ടായിരിക്കാം, സ്റ്റേറ്റ് സ്കീംസ് ഉണ്ടായിരിക്കാം. ദെൻ സ്റ്റേറ്റ് പ്ലാൻസിൽ അവർ ഡിസ്ട്രിക്റ്റിനും വില്ലേജ് ലെവൽ പ്ലാൻസ് എല്ലാം കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ മാർക്കറ്റ് മെക്കാനിസം ഡെസ്പൈറ്റ് ദ ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ഇൻ സർട്ടൻ ഫീൽഡ്സ് ഓഫ് ദി എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൈസ് ഒക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റ് മെക്കാനിസം ആയിരിക്കും. ബട്ട് ഗവൺമെൻറ്റിന് ചില കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻ സർട്ടൻ ഫീൽഡ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ പ്ലാൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നായിരിക്കും. ഒരു ഈച്ച് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിൽ നിന്ന് കൺസൾട്ടേഷൻ എടുത്തുകൊണ്ടാണ് അവർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. Then we are going to discuss about economic planning in India. The necessity of economic planning in India was realized not only in the post-independence era, but a number of efforts were made in the direction even during the pre-independence period. അതായത് ഇക്കണോമിക് പ്ലാനിങ് ഇന്ത്യയിൽ തുടങ്ങുന്നത് നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം അല്ല, അതിന് മുന്നേ തന്നെ ഒത്തിരി എഫേർട്സ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ തന്നെ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാം. ഏത് വഴി? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പവർ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമീൻ്റെ ഡെവലപ്മെൻറ്റ് വഴി റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത്.
ദെൻ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് പ്ലാനിങ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് റഷ്യൻ മോഡൽ ഓഫ് പ്ലാനിങ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ജോസഫ് സ്റ്റാൻഡലാണ്. ദെൻ ദ ബെസ്റ്റ് വേ ടു ഡിസ്ക്രൈബ് ദ ഓവറോൾ എയിം ഓഫ് ദ ഇന്ത്യൻ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ്. ഗ്രോത്ത് ഉണ്ടായിരിക്കണം, വികസനം വിത്ത് നീതി ഉണ്ടായിരിക്കണം, നീതിയും ഉറപ്പുവരുത്തണം. ഇതാണ് ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് എന്നതാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഓവറോൾ എയിം എന്ന് പറയുന്നത്. ദെൻ എം വിശ്വേശ്വരയ്യനെയാണ് നമ്മൾ ഫാദർ ഓഫ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് ദ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് 1934 പബ്ലിഷ് ചെയ്യുന്നത്. സോ ദ ഫാദർ ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എം വിശ്വേശ്വരയ്യ ആണ്. ദെൻ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഇത് പബ്ലിഷ് ചെയ്തത് 1934 അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു 10-year ഡെവലപ്മെൻറ്റ് പ്ലാൻ ആയിരുന്നു. ബട്ട് ഇതെന്ന് പറയുന്നത് ഒരു മിയർലി ഒരു academic interest മാത്രമായിരുന്നു. അത് did not directly influence any social action. ദെൻ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്തു. അത് അണ്ടർ ദ പ്രസിഡൻഷിപ്പ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ദ ലീഡർഷിപ്പ് ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ബട്ട് ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ബിക്കോസ് ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ദെൻ ഇൻ 1944 8 ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടി ചേർന്ന് ബോംബെയിൽ ഒരു വെൽ ഓർഗനൈസ്ഡ് പ്ലാൻ പ്രസൻറ്റ് ചെയ്തു. ആ പ്ലാൻ അറിയപ്പെടുന്നതാണ് ബോംബെ പ്ലാൻ. ഇപ്പോൾ 1944 ബോംബെ പ്ലാൻ. ബട്ട് ഈ ഒരു ബോംബെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അവരതിൽ ഫെയിലായി. ദെൻ ഇൻ 1944 എക്കണോമിക് വ്യൂസ് ഓഫ് ഗാന്ധിജിയുടെ എക്കണോമിക് വ്യൂസിൽ ഇൻസ്പിറേഷൻ കൊണ്ട് ശ്രീമാൻ നാരായൺ അഗർവാൾ ഓർ SN അഗർവാൾ എന്നറിയപ്പെടും, അദ്ദേഹം ഒരു പ്ലാൻ കൊണ്ടുവന്നു. അതാണ് ഗാന്ധിയൻ പ്ലാൻ. ഇപ്പോൾ 1944 ബോംബെ പ്ലാനും അതുപോലെ 1944 ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്ന ആരാണ്? ശ്രീമാൻ നാരായൺ അഗർവാൾ ആണ്. ദെൻ MN റോയ് ഇൻട്രൊഡ്യൂസ്ഡ് എ പ്ലാൻ. MN റോയുടെ പ്ലാൻ അറിയപ്പെടുന്ന പീപ്പിൾസ് പ്ലാൻ എന്നാണ്. അത് കൊണ്ടുവരുന്നത് ഇൻ ഏപ്രിൽ 1945. ദെൻ ഇൻ 1946 ഒക്ടോബറിൽ എന്ത് സംഭവിച്ചു? ഒരു പ്ലാനിംഗ് അഡ്വൈസറി ബോർഡ് സെറ്റപ്പ് ചെയ്തു ബൈ ദ ഇന്ററിം ഗവൺമെൻറ് ഫോർ എ റിവ്യൂ ഓഫ് ദ പ്രോജക്ട്സ് പ്രിപ്പയർഡ് ബൈ ദ വേരിയസ് ഗവൺമെൻറ് ആൻഡ് റിപ്പോർട്ട് ടു ദം. ദെൻ ഈ ബോർഡ് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1946. Then 1947 നവംബറിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ആൻ എക്കണോമിക് പ്രോഗ്രസ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു എക്കണോമിക് പ്രോഗ്രസ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1948. ഈ കമ്മിറ്റിയുടെ അഭിപ്രായത്തിലാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യായിരുന്നു ഒരു പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, അതായത് ഒരു പെർമനൻറ്റ് പ്ലാനിംഗ് കമ്മീഷൻ ആണെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇക്കണോമിക് പ്രോഗ്രസ് കമ്മിറ്റി ആയിരുന്നു. ജാനുവരി 1950 ശ്രീ ജയപ്രകാശ് നാരായൺ ഒരു പ്ലാൻ പബ്ലിഷ് ചെയ്തു. ആ പ്ലാൻ അറിയപ്പെടുന്നത് സർവോദയ പ്ലാൻ എന്നാണ്. ഈ പ്ലാനും ഫെയിലായി കൺട്രിയിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ 1950 സർവോദയ പ്ലാൻ വരുന്നത്. ഈ സർവോദയ പ്ലാൻ കൊണ്ടുവന്ന ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ്. ദെൻ പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെയിൻ ജോലി എന്തായിരുന്നു? ടു പ്രിപ്പയർ എ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ നീഡ്സ് ആൻഡ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തിൻ്റെ ആവശ്യങ്ങളും റിസോഴ്സസും അറിഞ്ഞുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. ദെൻ 1950 ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. ദെൻ 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്തു. ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് ഹയസ്റ്റ് ഇക്കണോമിക് പോളിസി മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ. അതായത് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് അംഗീകാരം കിട്ടിയാൽ മാത്രമേ ആ പ്ലാൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആയിക്കോട്ടെ അതുപോലെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെയും ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ദെൻ റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് നീതി ആയോഗ് ബൈ റീപ്ലേസിംഗ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓൺ 1st January 2015. ഇപ്പോൾ 1st January 2015 പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിക്കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. Then we are going to discuss about 5-year plans in India.
The first 5-year plan. ഈ ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1951 to 1956 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ദെൻ ഈ ഒരു ഫസ്റ്റ് 5-year പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്ന ഹാരോ ഡോമാർ ഗ്രോത്ത് മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ നമ്മുടെ ഈ മെയിൻ ഫോക്കസ്, അതായത് ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്. ദെൻ ഈ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു. ദെൻ വി അച്ചീവ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് 3.6%. നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2.1% ആയിരുന്നു. ഈ ഒരു പ്ലാൻ പീരീഡിൻ്റെ അവസാനത്തിലാണ് നമ്മൾ 5 IIT സെറ്റപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് 5-year പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1956 to 1961 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ദെൻ ഈ ഒരു പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്നത് മഹൽനോബിസ് മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് പ്ലാനിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. സെക്കൻഡ് പ്ലാനിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആയിരുന്നു. ദെൻ ഈ ഒരു പ്ലാൻ 4.5% ആയിരുന്നു നമ്മൾ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ബട്ട് വി അച്ചീവ് 4.27% ആണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ദെൻ ഈ പ്ലാൻ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു ബിക്കോസ് ഇന്ത്യ ഫേസ്ഡ് എ പേയ്മെൻറ്റ് ക്രൈസിസ് ഇൻ ദി 1957. നെക്സ്റ്റ് ഈസ് തേർഡ് 5-year പ്ലാൻ. ഈ ഒരു തേർഡ് 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1961 to 1966 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ദെൻ ഈ ഒരു പ്ലാൻ അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ യോജന എന്നാണ്, ബിക്കോസ് അതിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആരായിരുന്നു, DR ഗാഡ്ഗിൽ ആയിരുന്നു ആ ഒരു ടൈം പീരീഡിൽ. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇക്കോണമീനെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ സ്ട്രെസ് നമ്മൾ കൊടുത്തിരുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ബട്ട് ഈ ഒരു പ്ലാൻ പീരീഡിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്താണ് 2 വാർ നടക്കുന്നത്. അതായത് ഇന്ത്യ ചൈന വാർ 1962 അതുപോലെ തന്നെ ഇൻഡോ പാകിസ്ഥാൻ വാർ 1965. ഈ ഒരു 2 വാർ നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇക്കോണമീനെ വീക്കൻ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഇക്കോണമി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ള ആ ഒരു പ്ലാനിൻ്റെ ഫോക്കസിൽ നിന്ന് മാറി ഡിഫൻസ് ഇൻഡസ്ട്രിയിലേക്കും ഇന്ത്യൻ ആർമിയിലേക്കും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രൈസ് ഇത്തരത്തിലേക്ക് ഫോക്കസ് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു. ദെൻ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പക്ക ഫെയിലർ ആയിരുന്നു ഡ്യൂ ടു ദ 2 വാർസ് ആൻഡ് ആൾസോ ഡ്രോട്ട്. ദെൻ നമ്മുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 5.6% ആണ്, ബട്ട് നമുക്ക് ആകെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത് 2.4% ആണ്. Then plan holidays. Due to the failure of the previous plan, the government announced 3 annual plans called plan holidays from 1966 to 69. അതായത് തേർഡ് 5-year പ്ലാൻ ഫെയിലായി. അതായത് ഇന്ത്യ ചൈന വാറും പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാറും ഉണ്ടായത് മൂലം എന്ത് സംഭവിച്ചു, തേർഡ് 5-year പ്ലാൻ ഫെയിലറായി. അത് നമ്മൾ കണ്ടു. ഈ പ്ലാൻ ഫെയിലർ മൂലം ഗവൺമെൻറ് പിന്നെ അനൗൺസ് ചെയ്യുന്നത് 3 ആനുവൽ പ്ലാൻസ് ആണ്. 1966 to 69 വരെ ഈ സമയത്തിനാണ് നമ്മൾ ഈ ആനുവൽ പ്ലാൻസിൻ്റെ സമയത്തിനാണ് നമ്മൾ പ്ലാൻ ഹോളിഡേയ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു പ്ലാൻ പീരീഡിലും ബട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും അതുവഴി അലൈഡ് സെക്ടേഴ്സ് ഇൻഡസ്ട്രി സെക്ടറിൻ്റെ ഗ്രോത്തിന് തന്നെയാണ്. ദെൻ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ആനുവൽ പ്ലാൻ പീരീഡിൽ ഡീവാലുവേഷൻ ഓഫ് റുപ്പി ഡിക്ലെയർ ചെയ്തു. ദെൻ അടുത്തത് വരുന്നതാണ് ഫോർത്ത് 5-year പ്ലാൻ. ഫോർത്ത് 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1969 to 1974 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധി. അവിടെ 2 ഒബ്ജക്റ്റീവാണ് ഈ ഒരു പ്ലാനിന് ഉണ്ടായത്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ്. ഇനി ഈ ഒരു പീരീഡിലാണ്, അതായത് ഫോർത്ത് 5-year പ്ലാൻ്റെ ടൈമിലാണ് 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ് നാഷണലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ 1971 ഇൻഡോ പാകിസ്ഥാൻ വാർ ഉണ്ടായി. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ടായി. ദെൻ ഈ ഒരു പ്ലാൻ പീരീഡിൽ തന്നെയാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു മേജർ ഒബ്ജക്റ്റീവ് ആയിരുന്നു, മേജർ ടാർഗറ്റ് ആയിരുന്നു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഫോർത്ത് 5-year പ്ലാന് നമുക്ക് ഫെയിലർ ആണ് ഉണ്ടായത്. അതായത് നമ്മുടെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ളത് 5.7% ആയിരുന്നു, ബട്ട് വി ഓൺലി അച്ചീവ്ഡ് 3.3% ഓഫ് ഗ്രോത്ത് റേറ്റ്. നെക്സ്റ്റ് ഈസ് ഫിഫ്ത്ത് 5-year പ്ലാൻ. ഈ ഫിഫ്ത്ത് 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1974 to 1978 വരെയാണ്. ഈ ഒരു പ്ലാനിൽ ഫോക്കസ്ഡ് എന്ന് പറയുന്നത് ഗരീബി ഹട്ടാവോ, എംപ്ലോയ്മെൻറ്റ്, ജസ്റ്റിസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിഫൻസ്. ദെൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1975 അമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു പ്ലാൻ പീരീഡിലാണ്. അതുപോലെ തന്നെ ഈ പ്ലാൻ പീരീഡിൽ 20 point പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതുപോലെ മിനിമം നീഡ്സ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്, ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം വാസ്
വാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു 5th 5-year പ്ലാനിൻ്റെ പീരീഡിലാണ്. ദെൻ ഈ ഒരു പ്ലാൻ പീരീഡിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.8% ആണ്. 4.4% ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിനൊക്കെ കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ ഈ ഒരു പ്ലാൻ 1978 ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു ബിക്കോസ് ന്യൂ ഗവൺമെൻറ് വന്നു, ദാറ്റ് ഈസ് മൊറാർജി ദേശായി ഗവൺമെൻറ്. ഇതിനടുത്താണ് റോളിംഗ് പ്ലാൻ. ദെൻ ഈ മൊറാർജി ദേശായി ഗവൺമെൻറ് വന്നപ്പോൾ അവരെന്താണ് 5th 5-year പ്ലാൻ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അവർ കൊണ്ടുവന്ന ഒരു പ്ലാനാണ് റോളിംഗ് പ്ലാൻ. ഈ ഒരു പ്ലാൻ എഫക്റ്റ് ചെയ്യുന്നത് 1978 to 1980 വരെയാണ്. 1980 കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോൾ ഈ റോളിംഗ് പ്ലാനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് 6th 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ റോളിംഗ് പ്ലാനിൽ 3 പ്ലാൻസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർ വർ on the budget of the present year. Then this plan was for a fixed number of years, 3, 4 or 5. Then perspective plan for long term 10, 15 or 20 years. ദെൻ ഈ ഒരു പ്ലാനിന് പ്രത്യേക അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. നമുക്ക് അമെൻഡ് ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും ഇക്കോണമിയുടെ ഇതിനനുസരിച്ചിട്ട്. ബട്ട് ദിസ് മീൻസ് ദാറ്റ് ഇഫ് ദ ടാർഗറ്റ് ക്യാൻ ബി, നമ്മളെപ്പോഴും ഇങ്ങനെ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനും അതുവഴി ഇക്കോണമി ഡീസ്റ്റെബിലൈസേഷന് പോകാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. Then 6th 5-year plan. 6th 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1980 to 1985 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധി. ഈ പ്ലാൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇക്കണോമിക് ലിബറലൈസേഷൻ ബൈ ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി ആൻഡ് അച്ചീവിങ് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്. ദെൻ ഈ ഒരു പ്ലാൻ്റെ ഗ്രോത്ത് എന്താണ് ടാർഗറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് 5.2% ആണ്. ബട്ട് വി ക്യാൻ അച്ചീവ് 5.7% ഗ്രോത്ത് റേറ്റ്. ദെൻ 7th 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ in 1985 to 1990 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് രാജീവ് ഗാന്ധി. ആൻഡ് ദിസ് ഈ ഒരു പ്ലാൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൽഫ് സഫിഷ്യൻറ്റ് ഇക്കോണമി, ദെൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി ആണ്. ദെൻ ഈ ഒരു പ്ലാൻസ് ആൾസോ എയിംഡ് അറ്റ് ആക്സിലറേറ്റിംഗ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, ഇൻക്രീസിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈസിംഗ് പ്രൊഡക്ടിവിറ്റി വിത്ത് എ ഫോക്കസ് ഓൺ ഫുഡ് വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. പിന്നെ ഈ ഒരു പ്ലാനിലാണ് ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ദാൻ ദ പബ്ലിക് സെക്ടർ. ദെൻ ഇതിൻ്റെ നമ്മുടെ ഗ്രോത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ബട്ട് വി ക്യാൻ അച്ചീവ് 6.01% ഓഫ് ഗ്രോത്ത് റേറ്റ്. നെക്സ്റ്റ് ഈസ് ആനുവൽ പ്ലാൻസ്. അതായത് 7th 5-year പ്ലാനിന് ശേഷം പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ കുറച്ച് വോളറ്റാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് 8th 5-year പ്ലാൻ അല്ല ഉണ്ടായത്. 2 ആനുവൽ പ്ലാൻസ് ആണ് ഉണ്ടായത്. അതായത് 1990 91 അതുപോലെ 91-92 പീരീഡിൽ 2 ആനുവൽ പ്ലാൻസ് ആണ് ഉണ്ടായത്. അത് ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്ന ഒരു പീരീഡാണ്, അതുകൊണ്ടാണ് അവിടെ 5-year പ്ലാൻസ് ഉണ്ടാവാങ്ങ്. ദെൻ 8th 5-year പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തത് 1992 to 1997 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് PV നരസിംഹറാവു. ഈ ഒരു സമയത്താണ് ന്യൂ ഇക്കണോമിക് പോളിസി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ന്യൂ ഇക്കണോമിക് പോളിസി പറഞ്ഞാൽ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആ ഒരു ഇത് കൊണ്ടുവരുന്നത് 8th 5-year പ്ലാനിലാണ്. ദെൻ ഈ ഒരു 8th 5-year പ്ലാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ആൻഡ് ഗോട്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 6.8% അഗെയിൻസ്റ്റ് ടാർഗറ്റ് ഓഫ് 5.6%. ദെൻ അടുത്തത് വരുന്നത് 9th 5-year പ്ലാൻ ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1997 to 2002 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അടൽ ബിഹാരി വാജ്പേയി. ആൻഡ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ആണ്. ദെൻ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ 50th year ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. And this plan failed to achieve growth target of 6.5% and achieved only the 5.6% growth rate. Then അടുത്തതാണ് 10th 5-year plan. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2002 to 2007 ആണ്, under the leadership of Atal Bihari Vajpayee and Manmohan Singh. And this plan aimed to double the per capita income and of India in the next 10 years. And it also aimed to reduce the poverty ratio of 15% by 2012. And its growth target was 8%, but it only achieved 7.6%.
Then 11th 5-year plan. 11th 5-year plan duration എന്ന് പറയുന്നത് 2007 to 2012 ആണ്, under the leadership of Manmohan Singh, and it was prepared by C. Rangarajan. And ഈ ഒരു പ്ലാൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ദെൻ ഇതിൻ്റെ നമ്മുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്. ബട്ട് നമുക്ക് അതിനേക്കാളും കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. 9% ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ അടുത്താണ് 12th 5-year plan. ഈ ഒരു പ്ലാൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2012 to 2017 ആണ്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൻമോഹൻ സിംഗ്. ആൻഡ് ഈ ഒരു 5-year പ്ലാൻ്റെ തീം എന്ന് പറയുന്നത് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നാണ്. ഇപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത് കൺസെപ്റ്റ് വരുന്നത് 11th 5-year പ്ലാനിലാണ്. ദെൻ അതിൻ്റെ ഒന്നുകൂടി ഫാസ്റ്റ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ളതാണ് 12th 5-year പ്ലാൻ്റെ. ദെൻ അതിൻ്റെ ഗ്രോത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് 8% ആയിരുന്നു. ദെൻ ഈ 12th 5-year പ്ലാനിന് ശേഷം നമുക്ക് 13th 5-year പ്ലാൻ ഉണ്ടായിട്ടില്ല. ബിക്കോസ് 2015 എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നീതി ആയോഗ് എന്നുള്ള ഒരു പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 13th 5-year പ്ലാൻ ഉണ്ടായിട്ടില്ല, 12th 5-year പ്ലാൻ വരെയേ ഉള്ളൂ. ഇനി എന്താണ് നീതി ആയോഗ് എന്ന് നോക്കാം. നീതി ആയോഗ് ഫോം ചെയ്യുന്നത് January 1, 2015 ആണ്. ഇതിൻ്റെ നീതി എന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അബ്രിവേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇൻ ഇന്ത്യ. ഈ നീതിൻ്റെ മീനിങ് സാൻസ്ക്രിറ്റിൽ മൊറാലിറ്റി ഓർ ബിഹേവിയർ, ഗൈഡൻസ് എന്നൊക്കെയാണ്. ദെൻ ഈ ഒരു നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് എ കൺട്രീസ് പ്രീമിയർ പോളിസി മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് നമ്മൾ രാജ്യത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇതിന് യാതൊരു ഫിനാൻഷ്യൽ പവറൊന്നുമില്ല. ദെൻ ഈ ഒരു നീതി ആയോഗിന് 2 ഹബ്സ് ആണുള്ളത്, ടീം ഇന്ത്യ ഹബ് ആൻഡ് നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഈ ടീം ഇന്ത്യ ഹബ്ബിൽ എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റ്സിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട് വിത്ത് സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട്. അതുപോലെ നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബിൽ ഒരു തിങ്ക് ടാങ്ക് കാപ്പബിലിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യാനാണിത് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എന്താണ് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗിൻ്റെ ഇതൊരു അഡ്വൈസറി തിങ്ക് ടാങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബട്ട് പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നു. ദെൻ നീതി ആയോഗിൽ ഡ്രോസ് മെമ്പർഷിപ്പ് ഫ്രോം വൈഡർ എക്സ്പെർട്ടൈസ്. ബട്ട് പ്ലാനിംഗ് കമ്മീഷനിലാണെങ്കിൽ ലിമിറ്റഡ് എക്സ്പെർട്ടൈസിന് മാത്രമേ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഇതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്സിനും ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ബട്ട് പ്ലാനിംഗ് കമ്മീഷനിൽ സ്റ്റേറ്റ്സ് എല്ലാം പാർട്ടിസിപ്പേറ്റഡ് ആസ് എ സ്പെക്ടാറ്റേഴ്സ് ആൻഡ് ആനുവൽ പ്ലാൻ മീറ്റിങ്ങിൽ ജസ്റ്റ് അവർ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ ആണെങ്കിൽ നീതി ആയോഗിലാണെങ്കിൽ എല്ലാവരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ദെൻ സെക്രട്ടറീസ് ടു ബി നോൺ ആസ് CEO അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. നീതി ആയോഗിൻ്റെ സെക്രട്ടറി അറിയപ്പെടുന്നത് CEO എന്നാണ്. ദെൻ പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ സെക്രട്ടറീസ് വെർ അപ്പോയിൻറ്റഡ് ത്രൂ ദ യൂഷ്വൽ പ്രോസസ്. ദെൻ ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ഓഫ് പ്ലാനിംഗ് ആണ് നീതി ആയോഗ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്ലാനിംഗ് കമ്മീഷൻ ഫോളോ ചെയ്തിരുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. ദെൻ ഇറ്റ് ഡസ് നോട്ട് പൊസസ് മാൻഡേറ്റ് ടു ഇമ്പോസ് പോളിസീസ്. അതായത് നീതി ആയോഗിന് പോളിസീസ് ഇമ്പോസ് ചെയ്യാനൊന്നും സാധിക്കില്ല. ബട്ട് പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ പോളിസീസ് സ്റ്റേറ്റിൻ്റെ അടുത്ത് ഇമ്പോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫണ്ടെല്ലാം അലൊക്കേറ്റ് ചെയ്തിരുന്നു. ദെൻ നീതി ആയോഗിന് ഫിനാൻഷ്യൽ പവേഴ്സ് ഒന്നുമില്ല, ഫണ്ടൊന്നും അലൊക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ പവറും ഫിനാൻസ് മിനിസ്റ്ററുടെ കയ്യിലാണ്. ദെൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രത്യേകത, അവർക്ക് ഫിനാൻഷ്യൽ പവർ ഉണ്ടായിരുന്നു, ഫണ്ടെല്ലാം അലൊക്കേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ മിനിസ്ട്രീസിനാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനാണെങ്കിലും. Next is module 4, that is issues in development. സെൻസ് പോവർട്ടി ഇൻഡെക്സിൽ പറയുന്നത് ഇത് ഹെഡ് കൗണ്ട് മെത്തേഡിനെയും പോവർട്ടി ഗ്യാപ്പ് മെത്തേഡിനെയും അപേക്ഷിച്ച് കൂടുതൽ ഇൻറ്റൻസീവായിട്ട് പറയുന്നൊരു മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡിലും അവർ പോവർട്ടീൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നില്ല. അതായത് ഒരു പോവർട്ടി ലൈനിൽ താഴെയുള്ള എല്ലാ ആൾക്കാരിനെയും ഒരേ മാനറിലാണ് ഈ രണ്ട് മെത്തേഡിലും കൺസിഡർ ചെയ്യുന്നത്. ബട്ട് സെൻസ് പോവർട്ടി ഇൻഡെക്സിൽ റിലേറ്റീവ്ലി പുവർ പേഴ്സണെ എത്തുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് വഴി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പോവർട്ടി ലൈനിൽ താഴെ ഒത്തിരി ആൾക്കാരുണ്ടാവും, പക്ഷേ അതിൽ തന്നെ ഹൈ ഇൻകം ആൾക്കാരുണ്ടാവും, അതിനേക്കാളും കുറച്ചും കൂടി താഴെ ഉണ്ടാവും, അതിനേക്കാളും താഴെ ഉണ്ടാവും. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം 1 എന്നുള്ളൊരു വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ
അതിൻ്റെ അർത്ഥം പേഴ്സൺ വിത്ത് ഹയസ്റ്റ് ഇൻകം ബിലോ ദ പോവർട്ടി ലൈൻ. ആൻഡ് വെയിറ്റ് 2 ആണെങ്കിൽ പേഴ്സൺ വിത്ത് ദ നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻകം. ആൻഡ് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഫൈനലി ഗിവ്സ് ദ വെയിറ്റ് ഓഫ് Q ടു ദ പുവറസ്റ്റ് പേഴ്സൺ. പുവറസ്റ്റ് പേഴ്സണ് നമ്മൾ കൊടുക്കുന്നത് Q എന്നായിരിക്കും. ഇനി ദ ഫോർമുല ഫോർ സെൻസ് പോവർട്ടി ഇൻഡെക്സിൻ്റെ ഒരു ഫോർമുലയാണിത്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻസ് പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് അടുത്തതാണ് ഫോസ്റ്റർ ഗ്രീൻ തോൺബെക്ക് മെഷർ. ഈ ഒരു മെഷർ ഈസ് സെൻസിറ്റീവ് to the problem of extreme poverty. എക്സ്ട്രീം പോവർട്ടി മെഷർ ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കോമൺലി ഇത് ഡിഫൈൻ ചെയ്യുന്നത് ആസ് എ സ്ക്വയർ ഓഫ് പോവർട്ടി ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ. അതായത് പോവർട്ടി ഗ്യാപ്പിൻ്റെ സ്ക്വയർ അത് ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ, അങ്ങനെയാണ് നമ്മളിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഇനീക്വാളിറ്റി. Inequality is related to unequal access or different degrees of access of different individuals or groups of individuals to opportunities, services, and benefits. Inequality is thus a more general concept than poverty. The different level of access in the concept of inequality also include the low level of access below which people are considered poor. The measurement of inequality. Gini coefficient of inequality is the most commonly used measure of inequality. The coefficient varies between 0, which reflects complete equality, and 1, which indicates complete inequality. Then graphically, the Gini coefficient can be easily represented by the area between the Lorentz curve and the line of equality. Then next measure is Theil index, which less commonly used than the Gini coefficient. The Theil index of inequality has the advantage of being additive across the different subgroups or regions in the country. Then next measure is decile dispersion ratio, and this sometimes used is the decile dispersion ratio, which present the ratio of the average consumption or income of the richest 10% of the population divided by the average income of the bottom 10% of the population. This ratio is readily interpretable and by expressing the income of the rich as multiples of that of the poor. Then next measure is share of income by the consumption of the poorest 10% x%. A disadvantage of both Gini coefficient and Theil indices is that they vary when the distribution varies, no matter if the changes occur at the top or at the bottom or in the middle. If a society is most concerned about the share of income of the people at the bottom, a better indicator may be a direct measure, such as share of income that goes to the poorest 10 to 20%. Such a measure would not vary. For example, which change in tax rates resulting in less disposable income of the top 20% at the advantage of the middle class rather than the poor. The concept of missing woman. ഈ മിസ്സിംഗ് വുമൺ എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അമർത്യ സെൻ ആണ്. അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഇൻ ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സ് ഇൻ 1990 ഇതിൽ പറയുന്നത് ഇന്ത്യയിലും ചൈനയിലും അദ്ദേഹം ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ് റേഷ്യോ ഓഫ് വുമൺ ടു മെൻ എന്ന് പറയുന്നത് സസ്പീഷ്യസ്ലി ലോ ആണ്. അദ്ദേഹം പറയാണ് എന്താണ് അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പറയാണ് എന്താണ് 100 millions ഓഫ് വുമൺ ആർ മിസ്സിംഗ് ആണ്. ഇത് മോർ ദാൻ 100 millions ഓഫ് വുമൺ ആർ മിസ്സിംഗ് ആണ്. ഇങ്ങനെ മിസ്സിംഗ് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ത്രൂ സെക്സ് സെലക്റ്റീവ് അബോർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫാൻറ്റിസൈഡ് ആയിരിക്കാം, ഓർ ഇൻആഡിക്വേറ്റ് ന്യൂട്രീഷൻ ഡ്യൂറിങ് ദ ഇൻഫാൻസി. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യപ്പെടാണ്, അത്രയും സ്ത്രീകൾ, അത്രയും വുമൺ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, അത്രയും സ്ത്രീകളെ കാണാനില്ല. അതായത് മോർ ദാൻ 100 million വുമൺ ആർ മിസ്സിംഗ് ആണ് വേൾഡ് വൈഡിൽ. എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അത്തരം രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ കൾച്ചറൽ പ്രിഫറൻസ് എവിടേക്കാണ്, ബോയ്സിനാണ്, പർട്ടിക്കുലർലി ഇൻ ദ റൂറൽ ഏരിയാസ്. അപ്പോൾ അവിടെ യങ് ഗേൾസിന് എല്ലാത്തിനും മിസ് ട്രീറ്റ്മെൻ്റ് ആണ്, അത് ടെറിബിൾ മിസ് ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ റൂറൽ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് സെലക്റ്റീവ് സെക്സ് അബോർഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ മാത്രമായിരിക്കും ഉണ്ടാവുക, ദെൻ പെൺകുട്ടിയാണെങ്കിൽ അവർ അബോർട്ട് ചെയ്യുക. അതുപോലെ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുക. സോ അങ്ങനെ അതുമൂലം എന്താണ് മോർ ദാൻ 100 millions ഓഫ് വുമൺ മിസ്സിംഗ് ആണെന്നാണ് നമ്മുടെ അമർത്യ സെൻ കണ്ടുപിടിക്കുന്നത്. ദെൻ പോവർട്ടി.
എന്താണ് പോവർട്ടി? പോവർട്ടി മീൻസ് എന്താണ്? ദാരിദ്ര്യം. ഈ പോവർട്ടീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. അതായത് പോവർട്ടി ഈസ് ഡിഫൈൻഡ് ആസ് എ സോഷ്യൽ ഫിനോമിനൻ ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഈസ് അൺഏബിൾ ടു ഫുൾഫിൽ ഈവൻ ഇറ്റ്സ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. അതായത് ഒരു സൊസൈറ്റിയിൽ കുറച്ച് ജനങ്ങൾക്ക് അവരുടെ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് പോലെ, അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പോവർട്ടി, അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ ജനറലി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് അവർക്ക് മിനിമം ലെവൽ ഓഫ് ലിവിങ് പോലും കിട്ടാത്തൊരു അവസ്ഥ, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇത് ബേസിക്കായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു മിനിമം ലെവൽ ഓഫ് ലിവിങ് പോലും സാധിക്കാൻ പറ്റാത്ത, ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ദാരിദ്ര്യം അഥവാ പോവർട്ടി എന്നുകൊണ്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇക്കണോമിക്സിൽ 2 തരത്തിലാണ് പോവർട്ടീനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ആബ്സല്യൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി. ഇനി ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഷിയർ ഡിപ്രവേഷൻ ഓർ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് ബെയർ മിനിമം നീഡ്സ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് ഓർ എഡ്യൂക്കേഷൻ. അതായത് ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ ബേസിക് മിനിമം നീഡ്സ് ആയ ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് ഇതൊന്നും കിട്ടാത്ത അവസ്ഥേനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ആബ്സല്യൂട്ട് നീഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ആർ ഡിഫൈൻഡ് ആസ് പുവർ വെൻ സം ആബ്സല്യൂട്ട് നീഡ്സ് ആർ നോട്ട് സഫിഷ്യൻ്റ്ലി സാറ്റിസ്ഫൈഡ്. ഈ ആബ്സല്യൂട്ട് നീഡ്സ് ഒന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ജനങ്ങളെ എന്ത് വിളിക്കാം? നമുക്ക് അവർ ദാരിദ്ര്യത്തിലാണ്, അവർ ഇനി പോവർട്ടിയിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രവേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസിലും ഈ ഒരു ആബ്സല്യൂട്ട് പോവർട്ടിയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദെൻ ആബ്സല്യൂട്ട് പോവർട്ടി ലൈൻ ഈസ് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് മിനിമം കൺസംഷൻ ബാസ്ക്കറ്റ് ബേസ്ഡ് ഓൺ ഫുഡ് നെസസറി ഫോർ റെക്കമെൻഡഡ് കലോറി ഇൻടേക്ക്. അതായത് ഈ ആബ്സല്യൂട്ട് പോവർട്ടി ലൈൻ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മിനിമം കൺസംഷൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് കമ്മോഡിറ്റി, ആ കമ്മോഡിറ്റി ഇന്ന് നമുക്കൊരു റെക്കമെൻഡഡ് കലോറി ഇൻടേക്ക് കിട്ടും. ദെൻ അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആബ്സല്യൂട്ട് പോവർട്ടി ലൈൻ ഉള്ളത്. ഇനി റിലേറ്റീവ് പോവർട്ടി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാതെ റിലേറ്റഡ് ചെയ്യുന്നത് ഹൈ ഇൻകം കൺട്രീസിലാണ്. അവിടെ എങ്ങനെയാണെങ്കിൽ ഈ മിനിമം നീഡ്സ് റിക്വയർമെൻ്റ് അല്ല അവിടുത്തെ പ്രശ്നം. അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തമ്മിലുള്ള, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അവിടെ എന്താണ്? ഇനീക്വാളിറ്റി ഉണ്ട്, ഇൻകം ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഇൻകം ഇനീക്വാളിറ്റി അത് അവരുടെ ഡിഫറൻസസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ എടുത്ത് കാണിക്കും. ഇതാണ് അവിടുത്തെ റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് ഓഫ് പോവർട്ടി ആണ്. ദ ഫസ്റ്റ് മെഷർമെൻറ്റ് ഓഫ് പോവർട്ടി ആണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ദെൻ പോവർട്ടി ലൈൻ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെഷർ അസസിങ് പോവർട്ടി. ഈ ഒരു മെത്തേഡിൽ people are counted as poor when their measured standard of living is below the minimum acceptable level known as poverty line. അതായത് ഈ ഒരു പോവർട്ടി ലൈനിൽ എന്താണ്? താഴെയാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്കിൽ നമ്മൾ ആ ജനങ്ങളെ എന്ത് പറയുന്നു? അവർ പുവർ ആണെന്ന് പറയുന്നു. അതാണ് പോവർട്ടി ലൈൻ. ഇനി ഈ പോവർട്ടി ലൈൻ ഇൻ ഇന്ത്യ ഈസ് ഡിഫൈൻഡ് ആസ് ദ ലെവൽ ഓഫ് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വിച്ച് എൻഷുർ ഫുഡ് ബാസ്ക്കറ്റ് ദാറ്റ് വുഡ് സപ്ലൈ ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് കലോറി. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കലോറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം എമൗണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് ഇന്ത്യയിലെ പോവർട്ടി ലൈൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എത്രമാത്രം കലോറി ഇൻടേക്കാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ അർബൻ ഏരിയയിലാണെങ്കിൽ 2100 കലോറിയാണ് ഒരു പേഴ്സണ് ഒരു ഡേ ആവശ്യമുള്ളത്. റൂറൽ ഏരിയയിലാണെങ്കിൽ 2400 കലോറി ഇൻടേക്കാണ് ആവശ്യമുള്ളത്. ഈ കലോറി ഇൻടേക്ക് റൂറലിൽ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കൂടുതൽ എന്താണ് ഹെവി വർക്കിൽ എൻഗേജ് ചെയ്യുന്നത് കൊണ്ടാണ്. ദാൻ അർബൻ ഏരിയാസ്. അപ്പോൾ ഈ അർബൻ ഏരിയയിൽ 2100 കലോറി കിട്ടാത്ത ഒരാൾ, ഒരു ഡെയിലി അത് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അതുപോലെ റൂറൽ ഏരിയയിൽ 2400 കലോറി ഇൻടേക്ക് അത് കിട്ടാത്ത ഒരാൾക്ക് അയാൾ എന്തായിരിക്കാം? പുവർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
then അടുത്തൊരു മെത്തേഡാണ് ഹെഡ് കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഹെഡ് കൗണ്ട് മെത്തേഡ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഹൂസ് മെഷേർഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈസ് ലെസ് ദാൻ ദ പോവർട്ടി ലൈൻ. അതായത് ഈ ഒരു പോവർട്ടി ലൈനിൽ താഴെയാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്കിൽ അത്തരം പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ നമ്മൾ എന്ത് പറയുന്നു, ഈ ഹെഡ് കൗണ്ട് മെത്തേഡ് പ്രകാരം അവർ പുവർ ആണെന്ന് നമ്മൾ പറയും. ദെൻ അടുത്താണ് പോവർട്ടി ഗ്യാപ്പ് മെത്തേഡ്. ഈ പോവർട്ടി ഗ്യാപ്പ് മെത്തേഡ് ഈസ് ഡിഫൈൻഡ് ആസ് aggregate shortfall in the income of all the poor person when taken from the poverty line. In other words, this method estimates the shortfall of each person's income from the poverty line and aggregate shortfall of the poor. അതായത് ഈ പോവർട്ടി ലൈൻ ഉണ്ടായിരിക്കും, ആ പോവർട്ടി ലൈനിൽ താഴെയാണെങ്കിൽ അത് എത്രമാത്രം അവരുടെ ഇൻകം ഈ പോവർട്ടി ലൈനിലും അവരുടെ ആക്ച്വൽ ഇൻകം തമ്മിൽ ആ ഗ്യാപ്പ് ഉണ്ട്, അതാണ് എന്ത് പറയുന്നത്, പോവർട്ടി ഗ്യാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹെഡ് കൗണ്ട് മെത്തേഡിനെ അപേക്ഷിച്ച് പോവർട്ടി ഗ്യാപ്പ് മെത്തേഡാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നുണ്ട്. Then അടുത്താണ് സെൻസ് പോവർട്ടി ഇൻഡെക്സ്. Then gender. Gender is a relatively recent concept in social science. The term gender refers to socially constructed differences between men and women. It is the personal sexual identity of the individual regardless of the person's biological and outward sex. The gender എന്ന് പറയുന്നത് എന്താണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഡിഫറൻസസ് ആണ് നോക്കുന്നത്. മെന്നും വുമണും തമ്മിലുള്ള സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഡിഫറൻസസിനെയാണ് ജെൻഡർ എന്ന് വിളിക്കുന്നത്, ബയോളജിക്കൽ ആസ്പെക്റ്റ് അല്ല. Then gender refers not to the male and female but to the masculine and the feminine, that is to qualities or characteristics that society ascribes to each sex. അതായത് ഇപ്പോൾ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ അവർക്ക് കുറച്ച് സെർട്ടൻ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത്. പീപ്പിൾ ആർ ബോൺ ഫീമെയിൽ ഓർ മെയിൽ ബട്ട് ലേൺ ടു വുമൺ ആൻഡ് മെൻ. ഇപ്പം സ്ത്രീ ആയിരിക്കും പുരുഷനായിരിക്കാം ജനിക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് സ്ത്രീ ആയിരിക്കുക എങ്ങനെയാണ് മെന്നായിരിക്കുക എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ദെൻ പെർസെപ്ഷൻസ് ഓഫ് ജെൻഡർ ആർ ഡീപ്ലി റൂട്ടഡ് വെരി വൈഡ്ലി ബോത്ത് വിതിൻ ബിറ്റ്വീൻ കൾച്ചേഴ്സ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. ബട്ട് ഇൻ ഓൾ കൾച്ചേഴ്സ് ജെൻഡർ ഡിറ്റർമൈൻ പവർ ആൻഡ് റിസോഴ്സസ് ഫോർ ഫീമെയിൽസ് ആൻഡ് മെയിൽസ്. അതായത് ഓരോ കൾച്ചറിൽ വരുന്ന വ്യത്യാസം എല്ലാത്തും നമ്മൾ സൊസൈറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഫീമെയിൽസ് ഇതാണ്, ദെൻ മെയിൽസ് എന്ന് പറഞ്ഞ ഇതാണ്, ദെൻ കൾച്ചറിൽ വരുന്ന വ്യത്യാസം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ഓവർ ടൈമിൽ ചേഞ്ച് ഉണ്ടാവാം. ബട്ട് ഇതാണ് എന്ത് പറയുന്നത്, ജെൻഡർ എന്ന് പറയുന്നത്. ദെൻ സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ മെൻ ആൻഡ് വുമൺ. ബട്ട് ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, ബിഹേവിയേഴ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഗിവൻ സൊസൈറ്റി കൺസിഡേഴ്സ് അപ്രോപ്രിയേറ്റ് ഫോർ മെൻ ആൻഡ് വുമൺ. അതായത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ ആൻഡ് വുമനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. ബട്ട് ജെൻഡർ എന്ന് പറയുന്നത് അതായത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, അതുപോലെ ബിഹേവിയേഴ്സ്, ആക്ടിവിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെ നമ്മൾ സൊസൈറ്റി നമുക്ക് കൽപ്പിച്ച് തരുന്നുണ്ട്. ഓരോരുത്തർ മെന്നിനായിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ ഇത്തരം സൊസൈറ്റി കൽപ്പിച്ച് തരുന്ന കുറച്ച് ഇത്തരം കാര്യങ്ങളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൽ വരുന്ന ഡിഫറൻസ് ആണ് ജെൻഡർ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരേപോലെയുള്ള റോൾസ് ആണ്, ഒരേപോലെയുള്ള ബിഹേവിയേഴ്സ് ആണ്, ആക്ടിവിറ്റീസ് ആണ്, ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ അവിടെ എന്തില്ല, ജെൻഡർ ഡിഫറൻസ് ഇല്ല. ബട്ട് മെന്നും വുമണ്ണും അതിലെല്ലാം വ്യത്യാസം ഉണ്ടെങ്കിൽ ദർ ഈസ് എ ജെൻഡർ ഡിഫറൻസ് എന്ന് പറയാം. ഇൻ ഓൾ സൊസൈറ്റീസ് മെൻ ആൻഡ് വുമൺ പ്ലേ ഡിഫറെൻറ്റ് റോൾസ്, ഹാവ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ഫേസ് ഡിഫറെൻറ്റ് കൺസ്ട്രെയിൻസ്. എല്ലാ സൊസൈറ്റിയിലും മെന്നും വുമണും ഡിഫറെൻറ്റ് റോൾസ് ആയിരിക്കും ഉണ്ടാവുക, ഡിഫറെൻറ്റ് നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക, ഡിഫറെൻറ്റ് കൺസ്ട്രെയിൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ സെർട്ടൻ എന്താണ് കൺസെപ്റ്റാണ് നോക്കുന്നത്. ഇപ്പോൾ ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെൻഡർ റോൾസ് ആർ ദോസ് ബിഹേവിയേഴ്സ്, ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് സൊസൈറ്റി കൺസിഡർ അപ്രോപ്രിയേറ്റ് ഫോർ മെൻ, വുമൺ, ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് സൊസൈറ്റി കൺസിഡർ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ്, ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെയാണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ദെൻ ജെൻഡർ റിലേഷൻസ് ആർ ദ വേ ഇൻ വിച്ച് സൊസൈറ്റി ഡിഫൈൻസ് റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ റിലേഷൻ ടു വൺ അനദർ. ഈ സൊസൈറ്റി പറയുന്ന ഒരു റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഐഡൻറ്റിറ്റീസ് ഓഫ് മെൻ ആൻഡ് വുമണെയാണ് നമ്മൾ ജെൻഡർ റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് എനി എക്സ്ക്ലൂഷൻ ഓർ റെസ്ട്രിക്ഷൻസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ റോൾസ് ആൻഡ് റിലേഷൻ ദാറ്റ് പ്രിവെൻറ്റ്സ് എ പേഴ്സൺ ഫ്രം എൻജോയിങ് ഫുൾ ഹ്യൂമൻ റൈറ്റ്സ്. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജെൻഡർ റോൾസ് ഉണ്ട്, ജെൻഡർ റിലേഷൻസ് ഉണ്ട്. ബട്ട് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതിന് എക്സ്ക്ലൂഷൻസും റെസ്ട്രിക്ഷൻസും കൊണ്ടുവരിക, അതുവഴി
നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുക. അതിനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ജെൻഡർ ഈക്വാലിറ്റി ഈസ് വെൻ വുമൺ ആൻഡ് മെൻ എൻജോയ് ഈക്വൽ റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എൻറ്റർടൈൻമെൻറ്റ്സ് ഇൻ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ദെൻ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഈക്വൽ റൈറ്റ്സും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ എൻറ്റർടൈൻമെൻറ്റ്സും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് ജെൻഡർ ഈക്വാലിറ്റി. Then gender equity means fairness and impartiality in the treatment of women and men in terms of rights, benefits, obligations and opportunities. അതായത് സ്ത്രീകളെയും പുരുഷനെയും ഒരേപോലെ തന്നെ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാണ്. എല്ലാ അവസരങ്ങളിലും അവകാശങ്ങളിലും ബെനിഫിറ്റ്സിലും ഒബ്ലിഗേഷൻസിലും എല്ലാത്തിലും നമ്മൾ ഒരേപോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം ജെൻഡർ ഇക്വിറ്റി ഉണ്ട്. Then gender analysis is the study of the different roles of women and men in order to understand what they do or what resources they have and what their needs and priorities. Then gender study എന്ന് പറയുന്നത് എന്താണ്? വുമൻ്റെയും മെൻ്റെയും ഡിഫറെൻറ്റ് റോൾസിനെ കുറിച്ച് പഠിക്കുകയാണ്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് ആവശ്യമുള്ളത്, ദെൻ അവരുടെ പ്രയോറിറ്റീസ് ആൻഡ് നീഡ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ജെൻഡർ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ജെൻഡർ ബാലൻസ് ഈസ് ഈക്വൽ ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് women and men in all areas of decision making and in access to and control over the resources and services. അതായത് എല്ലാ കാര്യത്തിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ, ഡിസിഷൻ മേക്കിങ്ങിലും കൺട്രോളിലും എല്ലാത്തിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ജെൻഡർ ബാലൻസ് ഉണ്ട്. Then gender mainstreaming is globally recognized strategy for achieving gender equality. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി അച്ചീവ് ചെയ്യാനുള്ളൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് സ്ട്രാറ്റജീനെയാണ് നമ്മൾ ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ എന്തൊക്കെയാണ് ജെൻഡർ ഇഷ്യൂസ് ഉള്ളത്? ഒരു ഫസ്റ്റ് മെയിൻ ഇഷ്യൂ ആണ് മാസ്കുലിനിറ്റി, മെയിൽസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ദെൻ ഫെമിനിറ്റി, ഫീമെയിൽസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ദെൻ ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഗ്യാപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഗവേണൻസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ജെൻഡർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. Then global warming. Global warming is the term used to describe a gradual increase in the average temperature of Earth's atmosphere and its ocean, a change that is believed to be permanently changing the Earth's climate. The term global warming refers to the increase in the average temperature of global surface air and ocean since about 1950 and to continuing increase in those temperature. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏഷ്യൻ്റെയും അറ്റ്മോസ്ഫിയർ ചൂട് കൂടിക്കൂടി വരാം. അതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? പെർമനൻ്റ്ലി എർത്തിൻ്റെ ഒരു ക്ലൈമാറ്റിക് സിറ്റുവേഷനെ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ആവറേജ് ഗ്ലോബൽ സർഫേസിൻ്റെയും സർഫേസ് എയറും അതുപോലെ തന്നെ ഓഷ്യൻ്റെയും ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്ട്സ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് CO2ൻ്റെ അളവെല്ലാം ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്. അതായത് 100 ഇയേഴ്സിൽ 0.4 ആൻഡ് 0.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓവർ ദ പാസ്റ്റ് 100 ഇയേഴ്സിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ 2100 ആകുമ്പോഴേക്കും ആ ഇൻക്രീസ് എന്ന് പറയുന്നത് 1.4 ആൻഡ് 5.8 ഡിഗ്രി സെൽഷ്യസ് ആവുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഇത് കൊടുക്കേണ്ടി വരും എർത്ത്. ദെൻ 1992 എർത്ത് സബ്മിറ്റ് നടന്നു. അതുപോലെ 1997 ക്യോട്ടോ പ്രോട്ടോകോൾ സബ്മിറ്റ് നടന്നു. ബട്ട് ഇതിലെല്ലാം നമ്മൾ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടായിരുന്നത്. ബട്ട് നാഷണൽ എക്കണോമിക് അജണ്ടസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാരണം ഇത് വേണ്ട രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഡെവലപ്ഡും ഡെവലപ്പിംഗ് നേഷൻസും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആയിരുന്നു. ദെൻ ഓവർ ദ കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് റെഡ്യൂസിങ് എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദെൻ എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? അതായത് ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അതുപോലെ സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. ദെൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് എക്സ്ട്രീം ഈവൻറ്റ്സ്. ദെൻ മെൽറ്റിംഗ് ദ ഐസ് ക്യാപ്പൊക്കെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനു കാരണം? സീ ലെവൽ കൂടും. അപ്പോൾ ലാൻഡൊക്കെ വെള്ളത്തിനടിയിലാവും. മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആയാലും എന്താ സംഭവിക്കുക? വെള്ളപ്പൊക്കം ഉണ്ടാവാനും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ദെൻ വൈഡ് സ്പ്രെഡ് വാനിഷിങ് ദ ആനിമൽ പോപ്പുലേഷന് കുറേ നമുക്ക് നഷ്ടപ്പെടും.
നഷ്ടപ്പെടും, ഡിസീസസ് കൂടും, ദെൻ ബ്ലീച്ചിങ് ഓഫ് കോറൽ റീഫ് ഡ്യൂ ടു ദ വാർമിംഗ് സീസ് ആൻഡ് അസിഡിഫിക്കേഷൻ ഡ്യൂ ടു ദ കാർബോണിക് ആസിഡ് ഫോർമേഷൻ. അതുപോലെ തന്നെ കോറൽ ലൈഫ് ഉണ്ടല്ലോ അതിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. ദെൻ ലോസ് ഓഫ് പ്ലാങ്ക്ടൺ ഡ്യൂ ടു ദ വാർമിംഗ് സീസ്. അത് ഒത്തിരി നമുക്ക് അനിമൽസിനെ ആണെങ്കിലും അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദെൻ സൊല്യൂഷൻ ടു സ്ലോവിങ് ഓർ സ്റ്റോപ്പിംഗ് ദ ഗ്ലോബൽ വാർമിംഗ്. ഇനി എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എടുക്കാം? ഒന്ന് എന്താണ്, നമുക്ക് റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അതായത് പറ്റാവുന്ന റിസോഴ്സസ് ഒക്കെ അങ്ങനെ റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അതുപോലെ ലെസ് ഹീറ്റ്, അതുപോലെ എയർ കണ്ടീഷനിങ് ഒക്കെ ഒഴിവാക്കുക. ദെൻ ലൈറ്റ് ബൾബ് ചേഞ്ച് ചെയ്യുക. ദെൻ ഡ്രൈവ് ലൈസ് ആൻഡ് ഡ്രൈവ് സ്മാർട്ട് ലെസ്. ദെൻ ഡ്രൈവിങ്ങിൽ നമുക്ക് എന്താണ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറം തള്ളത്തക്ക രീതിയിലുള്ള ഡ്രൈവിംഗ് ഒക്കെ കുറയ്ക്കുക. ദെൻ ബൈ എനർജി ആൻഡ് എനർജി എഫിഷ്യൻറ്റ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക. ഹോട്ട് വാട്ടർ കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ സ്വിച്ചും എല്ലാം ആവശ്യം കഴിഞ്ഞ് ഓഫ് ചെയ്യുക. ദെൻ കൂടുതൽ ട്രീസ് എല്ലാം നട്ടുപിടിപ്പിക്കുക. ദെൻ ക്വാളിറ്റി, എൻഷുർ ദ ക്വാളിറ്റി ഓഫ് യുവർ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ദെൻ എൻകറേജ് അതർ ടു കൺസേർവ്. നമ്മൾ എനർജി കൂടുതൽ കൺസേർവ് ചെയ്യുക. ഫൈൻഡ് സോഴ്സ് ഓഫ് എനർജീസ്, പുതിയ സോഴ്സ് ഓഫ് എനർജി ഒക്കെ കണ്ടെത്താം. അതായത് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട്സ് അത്തരത്തിലുള്ള എന്താണ് ഇത് പുറന്തള്ളത്തക്ക രീതിയിലുള്ള ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനോ ചെയ്യാനോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.